Good evening everyone. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മുതൽ ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മുതൽ ലോസ് ഓഫ് മോഷൻ വരെ, അതായത് ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ഒരു 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ വേൾഡ് ആൻഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് വഴി അതിനകത്തുള്ള ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വളരെ ആക്റ്റീവായിട്ട് ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ളതും നിങ്ങൾക്ക് ആൻസർ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ ക്ലാസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ മാക്സിമം യൂസ്ഫുൾ ആക്കാൻ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റ്സ് അതുപോലെ ഓൾറെഡി ചെയ്ത് നമുക്ക് പരിചയമുള്ള കോൺസെപ്റ്റ്സും ഒക്കെ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ് ഫ്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആൻഡ് ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ യൂണിറ്റ്സ് അതുപോലെ ഡയമെൻഷണൽ അനാലിസിസ്, എറർ അനാലിസിസ് എന്നൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് ആൻഡ് സ്ക്രൂ ഗേജ് നമ്മൾ ഈ ഭാഗത്ത് തന്നെ ചിലപ്പോൾ പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ അത് എക്സ്പെരിമെൻ്റൽ സ്കിൽസിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ ദിവസം ഉല്ലാസ് സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നീറ്റ് അടുക്കാറായി. അപ്പോൾ നമുക്കിനി വേണ്ടത് മാക്സിമം പ്രാക്ടീസാണ് അല്ലേ? നമുക്ക് മാക്സിമം ഫെമിലിയാരിറ്റി ആണ് വേണ്ടത്. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നായാലും അത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താ, വെലോസിറ്റി ഓഫ് എ ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് v is equal to velocity of this body can be expressed as v is equal to pt cube plus qt square, where t represents the time, then SI unit of p. ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? യെസ്, ഇപ്പോൾ തന്നെ ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. 3 എന്ന് ആൻസർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ല. ഇപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ 3 ടേം ഉണ്ടെങ്കിൽ ആ 3 ടേമിനും ഒരേ യൂണിറ്റ് ആയിരിക്കും അല്ലെ? x + y + z എന്ന് പറഞ്ഞിട്ട് 3 ടേം ഉണ്ടെങ്കിൽ 3 ടേമിന് ഒരേ യൂണിറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് p ഇൻറ്റു ടി ക്യൂബിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ടി സമയമാണെങ്കിൽ ടി ക്യൂബിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ക്യൂബ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിയുടെ യൂണിറ്റ് എന്താ? പിയുടെ യൂണിറ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഈക്വൽ ടു മീറ്റർ സെക്കൻഡ് റൈസ് ടു -4. ഓപ്ഷൻ 3 അല്ലേ? സിമ്പിളാണ്, വളരെ എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ തുടക്കം ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ തുടങ്ങി. യൂണിറ്റ്സ് പിന്നെ ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നീറ്റിൻ്റെ ലെവലിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ട് വെക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ബുദ്ധിമുട്ട് പറയാറുണ്ട്. പല ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതുപയോഗിച്ച് വേറൊരു ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ കേസിൽ നോക്കിക്കേ, ഇഫ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് c, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h are taken as the fundamental units in a new system, then the dimensions of time in the new system. ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡെഫിനറ്റ്ലി കുറച്ച് സ്റ്റെപ്സ് എഴുതി ചെയ്തു നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മിക്കവാറും നമ്മളത് നോക്കി ആൻസർ പറയാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം. നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി ആൻസർ പറയാമായിരുന്നു അല്ലേ? ശരിയാണ്. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സ്പീഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നോക്കി ആൻസർ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, ഒന്ന് എഴുതി നോക്കണം അല്ലേ ഓരോരുത്തരും. ആദ്യം തന്നെ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ്? LT⁻⁻1 ആണ് അല്ലേ? ഇനി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ചെയ്തു നോക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ യൂണിറ്റ് ഒന്ന് എഴുതി നോക്കുക. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ mLT⁻², L² വീണ്ടും m⁻². ഇങ്ങനെ എഴുതി വരുമ്പോൾ m⁻1 L³ T⁻² എന്ന് വരും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? m⁻1 L³ T⁻² എന്ന് വന്നു. ശരിയല്ലേ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല മിക്കവാറും ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. mL² T⁻³ ആണ്. ജൂൾ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ്. എനർജി ഇൻറ്റു ടൈം. ഓക്കെ, എനർജി ഇൻറ്റു ടൈം. എന്തായാലും ഇവരെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താണ് ജനറൽ മെത്തേഡ്? എന്താണ്? ടൈം T⁻1നെ നമുക്ക് എങ്ങനെ എഴുതാം? C⁻A, G⁻B, H⁻
അല്ലെങ്കിൽ നമുക്ക് ഈ ഓർഡറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഈ ഓർഡറിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ആദ്യം ജി ആണ്. അപ്പോൾ ജി റൈസ് ടു എ, അടുത്തത് എച്ച് റൈസ് ടു ബി ആൻഡ് സി റൈസ് ടു സി എന്നെഴുതാം. അല്ലെങ്കിൽ സി റൈസ് ടു സി എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് പി ക്യു ആർ എന്ന് വല്ലതും കൊടുക്കാം. പി ക്യു ആർ. ഓക്കെ, അപ്പോൾ ടി റൈസ് ടു 1 ഇസ് ഈക്വൽ ടു ജി റൈസ് ടു പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റൈസ് ടു പി, അതായത് എം റൈസ് ടു മൈനസ് പി അല്ലേ, എം റൈസ് ടു മൈനസ് പി, എൽ റൈസ് ടു 3p, ടി റൈസ് ടു മൈനസ് 2p ഇൻറ്റു എച്ച് റൈസ് ടു ക്യൂ. എച്ച് ഈ സാധനം അല്ലേ, എച്ച് റൈസ് ടു ക്യൂ എന്താണ്? എം റൈസ് ടു ക്യൂ, എൽ റൈസ് ടു 2q, ടി റൈസ് ടു മൈനസ് 3q ഇൻറ്റു സി റൈസ് ടു ആർ. സി റൈസ് ടു ആർ എന്ന് പറയുമ്പോൾ എൽ റൈസ് ടു ആർ, ടി റൈസ് ടു മൈനസ് ആർ അല്ലേ. പക്ഷെ ഇങ്ങനത്തെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ഒത്തിരി ഇപ്പോൾ കുറച്ച് ഓക്കെ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുമോ? ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുമോ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എം ഇല്ല, എമ്മിൻ്റെ പവർ 0 ആണ്, എല്ലിൻ്റെ പവർ 0 ആണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയാണ് എമ്മിൻ്റെ പവർ? മൈനസ് പി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ക്യൂ ഉണ്ട്, പ്ലസ് ക്യൂ അപ്പുറത്തില്ല. സോ മൈനസ് പി പ്ലസ് ക്യൂ 0 അല്ലേ ആദ്യത്തെ ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ അതുപോലെ എല്ലിൻ്റെ പവർ 0 ആണ്, ഇവിടെ എല്ലിൻ്റെ പവർ 3p പ്ലസ് 2q പ്ലസ് ആർ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് എഴുതിയേക്കാം അല്ലേ. സോ അടുത്തത് എല്ലിൻ്റെ പവർ 0 ആണ്, 0 ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലിൻ്റെ പവർ എത്രയാണ്? 3p പ്ലസ് ഇവിടെ 2q പ്ലസ് ഇവിടെ എന്താണ് എല്ലിൻ്റെ പവർ എന്താണ്? ആർ. അതുപോലെ ടിയുടെ പവർ 1 ആണ്, 1ൻ്റെ പവർ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കേ മൈനസ് 2p പ്ലസ് ഇവിടെ ടിയുടെ മൈനസ് 2p, അവിടെ ഒരു മൈനസ് 3q മൈനസ് ആർ. ഇത്രയും വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയം എടുക്കുന്ന ഒരു കാര്യമല്ലേ. പക്ഷെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പി മൈനസ് ക്യൂ 0 ആണെങ്കിൽ ഓക്കെ, പി മൈനസ് ക്യൂ 0 മൈനസ് പി പ്ലസ് ക്യൂ 0 ആവണമെങ്കിൽ പി ഇസ് ഈക്വൽ ടു ക്യൂ ആണ്. അതായത് ജിയുടെ പവറും എച്ചിൻ്റെ പവറും ഈക്വൽ ആയിരിക്കും. ജിയുടെയും എച്ചിൻ്റെയും പവറും ഈക്വൽ ആകുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യമേ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് വരാം, ഇതും വരാം. അപ്പോൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ അപ്പോൾ 1ഓ 3ഓ 4ഓ വന്നാലും 1/2 1/2 1/2 1/2 1/2 1/2 അല്ലേ. 1/2 1/2 അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ -3 അല്ല -1 ആണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് നന്നായി, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന് ml² t റൈസ് ടു -1 ആണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ അത് കറക്റ്റായി. അതുപോലെ താഴെ അതിനനുസരിച്ച് നമ്മൾ മിസ്റ്റേക്ക് ചേർക്കണം ഇവിടെയും. ഓക്കെ, അപ്പോൾ കോട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലായി, പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ 1/2 ആണ്. എങ്ങനെ മനസ്സിലായി? അത് ഓപ്ഷൻ ഒന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് എനിക്ക് മനസ്സിലായി പിയുടെ വാല്യൂയും ക്യൂയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ പിയുടെ വാല്യൂയും ക്യൂയുടെ വാല്യൂ 1/2 ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് 6 കണ്ടുപിടിക്കാം. 6 എങ്ങനെ കണ്ടുപിടിക്കും? 6 ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിൽ പിയും ക്യൂവും 1/2 ഇട്ട് കൊടുത്താൽ 3/2 പ്ലസ് 2/2 5/2 അപ്പുറത്ത് വരുമ്പോൾ -5/2 കണ്ടോ. 6 ഇസ് ഈക്വൽ ടു -5/2. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 1 തന്നെ വരുള്ളൂ. അതായത് പിന്നീടുള്ള ഈ 3 ഇക്വേഷൻസും സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു പരിപാടി ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഓപ്ഷൻസിൻ്റെ സഹായം തേടി. ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി പിയും ക്യൂവും ഈക്വൽ ആണെന്ന് മനസ്സിലായി അല്ലേ. പിയും ക്യൂവും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിയും ക്യൂവും 3 ഓപ്ഷൻസിൽ ഈക്വൽ ആണ്. ഈ 3 ഓപ്ഷൻസിലും 1/2 ആണ് പിയുടെയും ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ ഉറപ്പായിട്ടും പിയുടെയും ക്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. സോ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ് എൽസ് അല്ലേ. പിയും ക്യൂവും കിട്ടി. പിയും ക്യൂ എടുത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആർ ആസ് വെൽ കേട്ടോ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ജനറലൈസ് ചെയ്യുന്ന ഒരു രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്ത് ഇട്ടത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി അടുത്തതിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതിൻ്റെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നോക്കാം. അപ്പോൾ പി എന്താണെന്ന് പറയുന്നത്? പി പ്രഷറാണ് അല്ലേ. സോ പി ഇസ് ഈക്വൽ ടു a minus t square divided by bx. Okay, p is equal to a minus t square divided by bx. p എന്ന് പറയുന്ന പ്രഷറാണ്. പ്രഷറിന്റെ ഡയമെൻഷൻസ് എത്രയാണ്? ഇറ്റ് ഇസ് m l റൈസ് ടു -1 t റൈസ് ടു -2 അല്ലേ.
ഫോഴ്സ് ബൈ ഏരിയ എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യമുണ്ട്, എ മൈനസ് ടി സ്ക്വയർ എന്ന് എഴുതണമെങ്കിൽ എക്കും ടി സ്ക്വയറിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം. സോ എയുടെ ഡയമെൻഷൻസ് ടി സ്ക്വയർ തന്നെയാണ് അല്ലേ. സോ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബിയുടെ ഡയമെൻഷൻ ഇൻറ്റു എക്സിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ബിയുടെ ഡയമെൻഷൻ എന്താണ് കിട്ടുക? ഇറ്റ് ഈസ് എം റൈസ് ടു, എം അപ്പുറത്ത് പോകുമ്പം എം റൈസ് ടു -1 വരും അല്ലേ. എൽ റൈസ് ടു -1 ഇങ്ങോട്ടേക്ക് വന്നാൽ എൽ അങ്ങ് പോയി. പിന്നെ ടി റൈസ് ടു -2 അപ്പുറത്തേക്ക് പോയാൽ ടി റൈസ് ടു +2 ആകും. അപ്പോൾ അവിടെ ടി റൈസ് ടു 4 ആയി. ഓക്കെ, സോ ബിയുടെ വാല്യൂ കിട്ടി എം റൈസ് ടു -1 ടി റൈസ് ടു 4 ആണെങ്കിൽ നമുക്ക് എന്താണ്? എ ബൈ ബിയുടെ ഡയമെൻഷൻസ് ആണ് വേണ്ടത്. എ ബൈ ബിയുടെ ഡയമെൻഷൻസ് എത്രയാണ്? ഇറ്റ് ഈസ് ടി സ്ക്വയർ അല്ലേ. ഇറ്റ് ഈസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം റൈസ് ടു -1 ടി റൈസ് ടു 4. അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടി? എം റൈസ് ടു 1 ടി റൈസ് ടു -2 എന്നാണ് കിട്ടിയത്. എം റൈസ് ടു 1 ടി റൈസ് ടു -2 എന്നാണ് കിട്ടിയത്. എനിക്ക് കിട്ടിയത് ഓപ്ഷൻ 2 ആണ്. നിങ്ങൾക്കും അത് തന്നെയാണോ കിട്ടിയതെന്ന് പറയുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുക. യെസ്, എല്ലാവരും പോയിൻ്റ് 2 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഓക്കെ ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു. ഓപ്ഷൻ 2 തന്നെയാണ് ആൻസർ. ഫൈൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ലാത്തൊരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. കുറച്ച് ഡ്രൈ ആണ് എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. ശരിയാണ്, കുറച്ചൊക്കെ ഡ്രൈ ആണ് ആ ടോപ്പിക്ക്. പക്ഷേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചിടത്തോളം, ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ഉള്ള വെയിറ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈ ആണെന്നൊന്നും നോക്കാറില്ല. അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു വെയിറ്റേജ് ആ ഒരു ഭാഗത്തിനും വരാറുണ്ട്. അപ്പോൾ എനിവേ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് പെട്ടെന്ന് നോക്കുക. ഇതൊരു വീണ്ടും എറേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എറേഴ്സിൻ്റെ പ്രോപ്പഗേഷൻ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, പി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്പെരിമെൻറ്റ്? 4 quantities A, B, C, D are measured with percentage errors 1%, 2%, 3% and 4% respectively. Quantity P is calculated as A square B square by CD. The percentage error in P. Percentage error in P എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇവിടെ നോക്കിയാൽ ഡെൽറ്റ പി ബൈ പി ഇസ് ഈക്വൽ ടു റിലേറ്റീവ് എറർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ എയുടെ പവർ 2 ആണ്. സോ 2 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് വീണ്ടും 2 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ ബി പ്ലസ് സിയുടെ പവറും ഡിയുടെ പവറും 1 ആണ്. സോ ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി. ആൻസർ ഇപ്പോഴേ ആൾക്കാർ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഡെൽറ്റ പി ബൈ പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എയുടെ എറർ എത്രയാണ്? 1%, ദാറ്റ് ഇസ് 2% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി എത്രയാണ്? ഇറ്റ് ഈസ് അഗെയിൻ 2%, ദാറ്റ് ഇസ് 2 ഇൻറ്റു 2 4% എന്ന് കിട്ടും അല്ലേ. യെസ്, പ്ലസ് ഡെൽറ്റ സി ബൈ സി എത്രയാണ്? ഡെൽറ്റ സി ബൈ സി ഇസ് 3% ആൻഡ് ഡെൽറ്റ ഡി ബൈ ഡി എത്രയാണ്? ദാറ്റ് ഇസ് 4%. സോ ദി ആൻസർ ഇസ് 2 plus 4, 6 plus 3, 9 plus 4, 13%, and 13% is there in option 4. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പേടിക്കേണ്ട, കുറച്ചുകൂടെയൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. ഇതെപ്പോഴും കാണാറുള്ളതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് കനോട്ട് എൻറ്റർ ഇൻ ടു ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻ എനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? Options are length, mass, density, length, time and velocity, mass, time and velocity, length, time and mass. ഇത് I would like to know how you answer this. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലെങ്ത്, ടൈം, വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് വളരെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പഠിച്ചതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഇതുവരെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. യെസ്, ഇതുവരെ ഒന്നും മാറ്റിയൊന്നും ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും 2 എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ദീസ് ആർ ക്വാണ്ടിറ്റീസ് which cannot be represented in terms of the other fundamental quantities. അതായത് ഒരിക്കലും എനിക്ക് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ മറ്റ് 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയല്ല പിന്നെ ഫണ്ടമെൻ്റൽ ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെങ്ത്, മാസ്, ഡെൻസിറ്റി ആദ്യത്തെ തന്നെ നമുക്ക് നോക്കാം. ലെങ്ത്, മാസ് രണ്ടും 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് തന്നെയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ
അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഡെൻസിറ്റിയുടെ കേസ് വന്നാൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എൽ ക്യൂബ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം, എൽ ക്യൂബിൻ്റെ ഡയമെൻഷൻ, അതായത് സൈഡ് ലെങ്ത്തിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൽ ക്യൂബ് എന്ന് കിട്ടി. ഇനി അടുത്ത കേസ് നമ്മൾ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ക്വാണ്ടിറ്റീസ് നമ്മളിപ്പോൾ റെപ്രസെൻ്റ് ചെയ്തു. എന്നാൽ അടുത്ത ഓപ്ഷൻ 2 നമ്മൾ നോക്കുന്ന സമയത്ത് ലെങ്ത്, വെലോസിറ്റി ആൻഡ് ടൈം, ലെങ്ത്, ടൈം, വെലോസിറ്റി. ഓക്കെ, ലെങ്ത്, ടൈം, വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെന്തുകൊണ്ടാണ് നമുക്ക് മൂന്ന് ആൾക്കാരെ ഫണ്ടമെൻ്റലായിട്ട് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? ലെങ്ത്, ടൈം, വെലോസിറ്റി എന്നുള്ളതിന് ശ്രദ്ധിക്കണം, നമുക്ക് അറിയാവുന്നുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് മാത്രമല്ല ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്നതിനകത്ത് ലെങ്ത്, ടൈം, വെലോസിറ്റി ഇതിനകത്ത് ഏതാണ്, അല്ലെങ്കിൽ ഈ പറയുന്നതിനെ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ. ഫണ്ടമെൻ്റൽ ആവണമെങ്കിൽ ഒരാളെ നമുക്ക് മറ്റു 2 ആൾക്കാരുടെ ടേംസിൽ എഴുതാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ലെങ്ത്തും ടൈമും ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ നേരത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ആക്ച്വലി ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെലോസിറ്റിയെ ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? L/T ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്ക്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ L/T ആണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയെ നമുക്ക് മുഴുവനായിട്ട് ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി ക്ലിയർലി അവിടെ ഫണ്ടമെൻ്റൽ ആവില്ല. ഓക്കെ, അല്ലെങ്കിൽ 3 ആൾക്കാരെയും നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല. അതേപോലെ മാസ്, ടൈം ആൻഡ് വെലോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മാസ്, ടൈം, മാസ്, ടൈം ആൻഡ് വെലോസിറ്റി. മാസ്, ടൈം, വെലോസിറ്റി നോക്കിയാൽ മാസിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ എനിക്ക് വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണ്. മാസിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ മാത്രം എനിക്ക് വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ലെങ്ത്, ടൈം ആൻഡ് മാസ്. ലെങ്ത്തും ടൈമും മാസും ഫണ്ടമെൻ്റൽ ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ. ദേ ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. അതുപോലെ തന്നെയാണ് മാസും ടൈമും വെലോസിറ്റിയും. പക്ഷേ ആദ്യത്തെ 2 ഓപ്ഷൻസ് ഇല്ലേ, ആദ്യത്തെ 2 ഓപ്ഷൻസ് ഇതിൽ ഫണ്ടമെൻ്റൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഹിയർ വെലോസിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ടൈം. അതുപോലെ തന്നെയാണ് ഓപ്ഷൻ 1ഉം. ലെങ്ത്, മാസ്, ഡെൻസിറ്റി. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഡയമെൻഷൻ വൈസ് ലെങ്ത്തിൻ്റെ ക്യൂബിനനുസരിച്ചാണ് വോളിയം വരുന്നത് അല്ലേ. ഡയമെൻഷൻ അനുസരിച്ച് ലെങ്ത്തിൻ്റെ ക്യൂബിനനുസരിച്ചാണ് വോളിയം വരുന്നത്. അപ്പോൾ എനിക്ക് ഡയമെൻഷണൽ അനാലിസിസ് എഴുതുമ്പോഴത്തേക്ക് വി ക്യാൻ സേ ഇറ്റ് ഈസ് എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബ്. കണ്ടോ, കംപ്ലീറ്റ്ലി ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടേംസിൽ എനിക്ക് ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ലേ? കംപ്ലീറ്റ്ലി ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടേംസിൽ എനിക്ക് ഡെൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ടേംസിൽ എനിക്ക് വെലോസിറ്റിയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. L/T എന്ന് വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 സിസ്റ്റംസ് ആണ്, അതായത് ഈ ഒന്നാമത് എഴുതിയിരിക്കുന്നതും ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നതുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലും 1ഉം 2ഉം ഒരു സിസ്റ്റത്തിലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയല്ല, കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്. ഞാനത് മോഡിഫൈ ചെയ്തതാണ്. ക്വസ്റ്റ്യൻ വരേണ്ടത് ഇങ്ങനെയാണ്. ഓപ്ഷൻസ് വരുമ്പോഴത്തേക്ക് 1 and 2 നമ്മൾ അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് കാണാറില്ലേ. 1 and 2, 1, 2, 3, 4, അതുപോലെ 2 and 4 അങ്ങനെയുള്ള ഓപ്ഷൻ ആയിരുന്നു. അതിനകത്ത് ഞാൻ അവസാനത്തെ ഭാഗം ഒന്ന് മാറ്റി ഇത്രയും മാത്രമേ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 എണ്ണം ഏതൊക്കെ? ഈ 3 ക്വാണ്ടിറ്റീസും അതുപോലെ ഈ 3 ക്വാണ്ടിറ്റീസും നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ പോകുന്നത് ഇതാണ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ താഴെ ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ ആ താഴത്തെ സാധനം കളഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ തന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 1 കിട്ടി, സെക്കൻഡ് 1ഉം ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. 3ഉം 4ഉം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് കൂട്ടാം. ഓക്കെ, ഫൈൻ. അപ്പോൾ 1ഉം വരുന്നുണ്ട്, 2ഉം വരുന്നുണ്ട്. ഇനി അടുത്തതിലേക്ക് വരാം. From the viewpoint of significant figures, which of the following statements are correct? From the viewpoint of significant figures, which of the following statements are correct? നിങ്ങളൊന്ന് പറയാമോ നോക്കിയിട്ട്? കാൽക്കുലേറ്റ്. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി.
കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഓക്കെ, റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ഉത്തരം പറയുക നോക്കിയിട്ട്. 4 എന്ന് പറയുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇത്. കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ 10.2 + 8 ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ആണോ അത്രയും ആ നമ്പർ ഓഫ് ഡിജിറ്റ്സ് മിനിമം എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ 10.2 ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്. ഇവിടെ 8 ഡെസിമൽ കഴിഞ്ഞിട്ട് ഡിജിറ്റ്സ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് ഡിജിറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വി ഷുഡ് റൗണ്ട് ഇറ്റ് ഓഫ് ടു ദിസ് പെർട്ടിക്കുലർ വാല്യൂ. 18 എന്ന് ഇതിനെ റൗണ്ട് ചെയ്യണം. ഇപ്പോൾ തെറ്റാണ്. ഇപ്പോൾ തെറ്റാണെന്നുള്ളത് കൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അനുസരിച്ച് അത് തെറ്റായതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് കറക്റ്റ് ഓർ നോട്ട്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഡിവിഷൻ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഓർ മൾട്ടിപ്ലൈഡ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദി മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. രണ്ട് ക്വാണ്ടിറ്റീസിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാണോ അതിലാണ് അത്രയും തന്നെയാണ് ആൻസറിൽ വരേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ശരിയല്ലേ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. അപ്പോൾ ഡിവൈഡ് ഇവിടെ ഇപ്പോൾ സബ്ട്രാക്ഷൻ അല്ലേ, ഞാൻ ഡിവിഷൻ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. മൈ മിസ്റ്റേക്ക്, സോറി. അത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ആണെങ്കിൽ അവിടെയും നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നാണ്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ. സോ വി ഹാവ് ടു റൗണ്ട് ഇറ്റ് ഓഫ് ഹിയർ. അപ്പോൾ ബാക്കി അതും തെറ്റാണ് അല്ലേ? അപ്പോൾ അതും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് തേർഡ് വൺ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ യു ഹാവ് ടു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. മിനിമം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ഫൈനൽ ആൻസറിലും 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് റൗണ്ട് ചെയ്യണം. ദിസ് ഇസ് ഓൾസോ റോങ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ, കാരണം തെറ്റാണ് എന്തായാലും. അടുത്ത 4ാമത്തത് ഡിവിഷൻ ആണ്. ഡിവിഷനിലും യു ഹാവ് ടു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഫൈനൽ ആൻസറിൽ അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണല്ലോ. സോ ഫ്രം ദി വ്യൂ പോയിന്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ദി 4th ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, കാരണം ബാക്കി 3 എണ്ണവും തെറ്റാണ്. അപ്പോൾ 1 എന്തായാലും ശരിയായിരിക്കും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2.057 ഓർ സംതിങ്. ദാറ്റ് ഇസ് 2.1. വലിയ കുഴപ്പമില്ലാതെ നമുക്കത് പറയാം. ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ തെറ്റായിട്ടുള്ള ഒരു ഉത്തരം പോലും പറഞ്ഞില്ല കേട്ടോ. ആരും ഞാൻ കാണാത്തതായിരിക്കും ചിലപ്പോൾ. ഞാൻ നോക്കിയ കമൻറ്റിലൊന്നും തെറ്റായിട്ടുള്ള ഒരു ഉത്തരം പോലും ഇതുവരെ കണ്ടിട്ടില്ല. വെരി ഗുഡ്, കീപ് ഡൂയിങ് ദാറ്റ്. സോ ഇതെന്താണ്? ഇൻ എ സിസ്റ്റം, സർട്ടൻ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, the unit of time is 5 seconds, unit of mass is 20 kilogram and unit of length is 10 meter. In the system, 1 unit of power will correspond to. Okay, പവറിൻ്റെ യൂണിറ്റ് ഈ പുതിയ സിസ്റ്റത്തിൽ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ പവറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? പവർ എന്ന് പറയുമ്പോൾ പവറിൻ്റെ ഇപ്പോൾ ഉള്ള യൂണിറ്റ് എന്താണ്? 1 വാട്ട് ആണ് പവറിൻ്റെ യൂണിറ്റ് അല്ലേ? 1 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ് എന്ത്? പവറിൻ്റെ SI യൂണിറ്റ്. അതായത് വാട്ട് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ്. അത് ഡയമെൻഷണൽ ഫോമിൽ എഴുതിയാൽ പവറിൻ്റെ യൂണിറ്റ് വരുന്നത് ഇങ്ങനെയാണ്. മാസിൻ്റെ യൂണിറ്റ് റൈസ് ടു 1, ലെങ്ത്തിൻ്റെ യൂണിറ്റ് അല്ല, മീറ്റർ സ്ക്വയർ ആണ്, മൈ മിസ്റ്റേക്ക്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് L സ്ക്വയർ. അതുപോലെ ടിയുടെ യൂണിറ്റ് എന്താണ്? ടിയുടെ യൂണിറ്റ് ഇറ്റ് ഈസ് -3. ടൈമിൻ്റെ പവർ എന്ന് പറയുന്നത് -3 ആണ് വരേണ്ടത്. ഒന്നുകൂടെ പറയാം, ml സ്ക്വയർ ടി റൈസ് ടു -3 ആണ്. അതായത് വർക്ക് ഡൺ പെർ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിൽ പുതിയ യൂണിറ്റ് ഓഫ് പവർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പുതിയ മാസിൻ്റെ യൂണിറ്റ് എത്രയാണ്? മാസിൻ്റെ യൂണിറ്റ് 20 കിലോഗ്രാം ആണ്. അപ്പോൾ എമ്മിന് പകരം 20 കിലോഗ്രാം നമുക്കിടാം. ടൈംസ് എല്ലിന് പകരം 10 മീറ്റർ ഇടാം. സോ സ്ക്വയർ ചെയ്യുമ്പോൾ 100 മീറ്റർ സ്ക്വയർ. ഇപ്പം ടിക്ക് പകരം വി ഹാവ് ടൈമിൻ്റെ യൂണിറ്റ് എത്രയാണ്? 5 സെക്കൻഡ്സ് അല്ലേ? ഇപ്പോൾ ടി റൈസ് ടു -3 എന്ന് പറയുമ്പോൾ 1/t⁻3. സോ 1/5 സെക്കൻഡിൻ്റെ ക്യൂബ്, ദാറ്റ് ഇസ് 125 സെക്കൻഡ് ക്യൂബ്. സോ P is equal to 20 into 100
divided by 125 kilogram meter square second raised to minus 3. Okay, കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, സിംപ്ലിഫൈ നോക്കാം. ഇപ്പോൾ 20 and 125 നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 25 ഇവിടെ 4ഉം വരും. അപ്പോൾ 100/25 വീണ്ടും 4 ആണ്. സോ വി ക്യാൻ സേ പവർ ഇസ് ഈക്വൽ ടു, പവറിൻ്റെ യൂണിറ്റ് ഇറ്റ് ഇസ് ഈക്വൽ ടു, പവറിൻ്റെ യൂണിറ്റ് എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 16 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. സോ പവറിൻ്റെ യൂണിറ്റ് എത്രയാണ്? ഇറ്റ് ഇസ് 16 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദ യൂണിറ്റ് ഓഫ് പവർ, യൂണിറ്റ് ഓഫ് പവർ എത്രയാണ്? ഇറ്റ് വിൽ കറസ്പോണ്ട്സ് ടു 60. പുതിയ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 16 വാട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പവറിൻ്റെ ഫോർമുലയിൽ മാസിന് പകരം 20, അതായത് എമ്മിന് പകരം കിലോഗ്രാമിന് പകരം 20 കിലോഗ്രാം ചേർക്കുക, മീറ്ററിന് പകരം 10 മീറ്റർ ചേർക്കുക, സെക്കൻഡിന് പകരം 5 സെക്കൻഡ് ചേർക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ പവറിൻ്റെ യൂണിറ്റ് എത്രയാണ്? പുതിയ പവറിൻ്റെ യൂണിറ്റ് ഇറ്റ് ഇസ് 16 വാട്ട്സ് എന്നാണ് കിട്ടുക. തിരിച്ചല്ല, 1 വാട്ട് എത്ര യൂണിറ്റ് ആണ് നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ 1-2 മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്, കുറേ പേര് 2 ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ യൂണിറ്റ് ഓഫ് പവർ വാട്ടിൻ്റെ ടേംസിൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ 1, 16 വാട്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഐ എം ഹോപ്പിംഗ് ദിസ് ഈസ് യൂസ്ഫുൾ ടു യു അല്ലേ? നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് തോന്നണം. ദാറ്റ് ഈസ് വാട്ട് ഐ ഇൻറ്റെൻഡ് ടു ഡു. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആ നമ്മൾ യൂണിറ്റ്സിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലേക്ക് വരാം. മെക്കാനിക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം അല്ലേ? അപ്പോൾ എന്ന് കരുതി യൂണിറ്റ്സ് മെഷർമെൻറ്റ്സിന് നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ താല്പര്യമാണ് മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. കാരണം കുറച്ചുകൂടെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ഇന്നത്തെ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. A train travels with, വീണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A train travels with a constant velocity of 80 meter per second. Find the time taken by the train to cross a bridge of length 160 meter if the length of the train is 240 meter. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് ചെയ്യാൻ ഒട്ടും പറ്റാത്ത, നിങ്ങളുടെ കോൺഫിഡൻസ് കളയുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ചെയ്യാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റിൽ നിന്ന് വരുന്ന ലെവൽ. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ആ വരുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു പ്രോപ്പർ ട്രാക്കിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞേ ഒരുപാട് പേര് പറയുന്നുണ്ട്, ആരും തെറ്റിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാമെന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നതാണ് ഒരു ട്രെയിൻ. ഓക്കെ, ഒരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്, ഒരു പെർട്ടിക്കുലർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനായിട്ട് ഈ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനത് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ ദിസ് ഇസ് ദി ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഇതാണ്, ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഇതാണ്. അപ്പോൾ ട്രെയിൻ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ, ഇപ്പോഴാണ് ഇത് ക്രോസ് ചെയ്യാൻ തുടങ്ങുക, അത് ക്രോസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ട്രെയിനിൻ്റെ പുറകിലത്തെ എൻഡ് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം അല്ലേ? ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റും ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ട്രെയിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പോൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് എൻഡ് ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കുക, ഫ്രണ്ട് എൻഡ് എ ഇതാണ്. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എ ഇവിടെ എത്തി. എ ക്രോസ് ചെയ്താൽ പോരാ, ബ്രിഡ്ജ് ക്രോസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ട്രെയിനിൻ്റെ ഏറ്റവും പുറകിലത്തെ പോയിന്റും ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ എന്നല്ല, ഏതെങ്കിലും ഒരു പോയിന്റ് നോക്കിയാൽ മതി. ഏത് പോയിന്റിൻ്റെയും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇറ്റ് ഇസ് ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ എത്രയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ വി ക്യാൻ സേ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ട്രെയിൻ എത്രയാണ്? ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് പ്ലസ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാണ്? It is 80 meter per second. So it is, we can say train in the length എത്രയാണ്? train in the length 240 meter plus bridge in the length 160 meter divided by 80 meter per second. So totally it is 400 divided by 80. 400 divided by 80 എന്ന് പറയുമ്പോൾ എത്രയാണ്? It is 5 seconds. ശരിയല്ലേ? ഇവിടെ 1 എന്ന് മാത്രമേ കാണുന്നുള്ളൂ. വെരി ഗുഡ്, നിങ്ങൾക്കെല്ലാം അറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്.
അടുത്ത ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇത് നമ്മൾ ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ആൻസർ അറിയേണ്ടതാണ് അല്ലേ. നിങ്ങൾ പലതവണ നമ്മുടെ മെറ്റീരിയലിലായാലും വർക്ക് ബുക്കിലായാലും നമ്മുടെ പലപ്പോഴായിട്ടുള്ള ക്വസ്റ്റ്യൻസിലായാലും റെഫറൻസ് ബുക്സിലായാലും ഒക്കെ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണാതെ ആൻസർ അറിയാമായിരിക്കും ഒരു പക്ഷേ. ഏതായിരിക്കും? ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം അറിയാമായിരിക്കും. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം അല്ലേ. A body starts from rest, accelerates at a constant rate a for some time, after which it decelerates at a constant rate b to come to rest finally. If the total time elapsed is t, the maximum velocity of the body is given by. Maximum velocity ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് 1 എന്ന് പറയുന്നുണ്ട് 3 എന്ന് പറയുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഗ്രാഫ് വരച്ചും ഗ്രാഫ് വരയ്ക്കാതെ എല്ലാം ചെയ്യാറുണ്ട്. ഒരാളൊരു സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്കിൽ ട്രാവൽ ചെയ്യുകയാണെന്ന് എടുക്കാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ആക്സിലറേറ്റ് ചെയ്യുന്നു അറ്റ് റേറ്റ് എ. ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി എത്തുന്നു. V0 എന്ന് പറയുന്ന വെലോസിറ്റി നമുക്ക് അസ്യൂം ചെയ്യാം. V0 എന്ന് പറയുന്ന വെലോസിറ്റി എത്തുന്നു. അതിനുശേഷം ഡീസലറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് കുറയുന്നു. ഇറ്റ് ഇസ് റീടാർഡിങ് അറ്റ് റേറ്റ് ബി. ഡീസലറേറ്റ്സ് അറ്റ് റേറ്റ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ബി എന്ന് എടുത്തിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് അത് വീണ്ടും റെസ്റ്റിലേക്ക് വരുന്നു. നമ്മളതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ, ഇഫ് യു ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്, സംടൈംസ് ഡ്രോയിങ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് മേ ബി ഹെൽപ്ഫുൾ ഫോർ യു. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ ആദ്യം വെലോസിറ്റി 0 ആണ്. അത് കഴിഞ്ഞ് വെലോസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് അത് V0 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് എത്തുന്നു. അതിനുശേഷം അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് എത്തുന്നു. ആക്സിലറേഷൻ എ, റീടാർഡേഷൻ ബി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആക്സിലറേറ്റ് ചെയ്യാനെടുത്ത സമയം ഞാൻ T1 എന്നും റീടാർഡ് ചെയ്ത് നിൽക്കാനെടുത്ത സമയം ഞാൻ T2 എന്നും എടുക്കുന്നു. സോ ദിസ് ഇസ് T1 ആൻഡ് ദിസ് ഇസ് T2. ആക്സിലറേറ്റ് ചെയ്യാനെടുത്ത സമയം T1 ഉം റീടാർഡ് ചെയ്യാനെടുത്ത സമയം T2 എന്നും എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ടൈം ആണ് T എന്ന് പറയുന്നത് അല്ലേ. ടോട്ടൽ ടൈം എലാപ്സ്ഡ് ഇസ് T. അതായത് T1 + T2 ആണ് T എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ക്യാൻ സേ ഇത് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V0 എന്ന് പറയുന്ന വെലോസിറ്റിയിലെത്തി. സോ V0 is equal to u + at അല്ലെ. V is equal to u + at എന്ന് പറയുന്ന ഫോർമുലയിൽ നമുക്ക് പറയാം V0 is equal to at1 എന്ന് പറയാം അല്ലേ. V0 is equal to at1. അങ്ങനെ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? കുഴപ്പമില്ലല്ലോ. V is equal to u + at. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പറയാം T1 is equal to V0 divided by a. T1 is equal to V0 divided by a. T1 കിട്ടി. ഇനി എന്താണ് T2? T2 എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റോപ്പിംഗ് ടൈം അല്ലേ. വെലോസിറ്റി V0യിൽ നിന്ന് 0യിലേക്ക് എത്താൻ എടുത്ത സമയമല്ലേ T2. സോ T2 is nothing but the stopping time. ഓക്കെ. T2 എന്താണ്? T2 is the stopping time. സ്റ്റോപ്പിംഗ് ടൈം കണ്ടുപിടിക്കാൻ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ. വാട്ട് ഇസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ദി സ്റ്റോപ്പിംഗ് ടൈം? ഇറ്റ് ഈസ് ഇനിഷ്യൽ സ്പീഡ് ബൈ റീടാർഡേഷൻ V0 ഡിവൈഡഡ് ബൈ റീടാർഡേഷൻ ബി ആണ് അല്ലേ. ആക്സിലറേഷൻ എ, റീടാർഡേഷൻ ബി ആണെങ്കിൽ അവിടെ റീടാർഡേഷൻ സ്റ്റോപ്പിംഗ് ടൈം എന്താണ്? V0/b. ഓക്കെ. അപ്പോൾ V0/b ആണ്. ഇനി നമുക്കപ്പോൾ T1 ഉം T2 ഉം കിട്ടി. നമുക്കറിയാം T1 + T2 is equal to T ആണെന്നറിയാം. T1 എന്താണ്? V0/a. T2 എന്താണ്? V0/b is equal to T. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ V0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/a + 1/b is equal to T. So it is equal to V0 into a + b divided by ab. That is equal to T. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? മാക്സിമം സ്പീഡ് അല്ലേ വേണ്ടത്. സോ V0 is equal to ab into T divided by a + b. ab into T divided by a + b. That is option 1. അപ്പോൾ നമ്മൾ പഠിച്ച സിമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വക പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻ അതുപോലെ എക്സാമിന് വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടല്ല നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ പ്രോബ്ലം ചെയ്തിട്ടുള്ള ശീലം കുറച്ചുകൂടെയൊക്കെ സ്ട്രോങ് ആവുകയാണ്. നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസിനെ നേരിടാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് വളരെയധികം
ഒന്നുകൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ റിവൈസ് ആവുകയാണ്. ആ കോൺസെപ്റ്റ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവാണ്. അപ്പോൾ വീണ്ടും തിയറി ആദ്യം മുതൽ അവസാനം വരെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഒക്കെ പലപ്പോഴും ഇഫക്റ്റീവ് ആവുന്നത് ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യും. കാരണം പ്രോബ്ലംസ് വെറുതെ നമ്മൾ വായിച്ചു പോവുമല്ല, ആ കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ വെറുതെ വായിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വായിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്തോ ഒരു ചോദിച്ചിട്ടുണ്ടല്ലോ, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് അതാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൂടെ പറയാം. അവിടെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. യെസ്, അപ്പോൾ ഇത് ഗ്രാഫ് ഞാൻ വരച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ദി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്, ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ബേസ് T1 + T2 ആണ്, ടോട്ടൽ T ആണ് ബേസ്. ഹൈറ്റ് എത്രയാണ്? V0 അല്ല ഹൈറ്റ്. സി, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് V0 ഇൻറ്റു T. സോ ദാറ്റ് ഇസ് ഹാഫ് V0 എന്താണ് നമുക്കിപ്പോൾ കിട്ടിയത്? AB/A+B ഇൻറ്റു T. ഒരു ടിയും കൂടെ വരുമ്പോൾ T². ദാറ്റ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? AB/A+B. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്? സ്റ്റോപ്പിംഗ് ടൈമിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ടൈമിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്റ്റോപ്പിംഗ് ടൈമിൻ്റെ ഇക്വേഷൻ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഇനിഷ്യൽ സ്പീഡ് ബൈ റീറ്റാർഡേഷൻ. ഇനിഷ്യൽ സ്പീഡ് ഡിവൈഡഡ് ബൈ റീറ്റാർഡേഷൻ ആണ് സ്റ്റോപ്പിംഗ് ടൈമിൻ്റെ ഇക്വേഷൻ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്, അതായത് റീറ്റാർഡേഷൻ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഇൻസ്റ്റൻറ്റിലാണ്. അപ്പോൾ V0 ആണ് നമ്മൾ ഇനിഷ്യൽ സ്പീഡായിട്ട് എടുക്കുക, റീറ്റാർഡേഷൻ B ആണ്. സോ സ്റ്റോപ്പിംഗ് ടൈം V0B. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ, മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഫൈൻ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ വി വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഇപ്പോൾ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ പ്രോബ്ലംസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ തിയറി മറന്നു പോകില്ല എന്ന്. ഒരിക്കലും പ്രോബ്ലംസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മളവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ പ്രോബ്ലംസ് മാക്സിമം ചെയ്യുന്നത് വഴി, ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറി നമ്മുടെ മനസ്സിലൂടെ പോവുകയാണ്, നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് റിവൈസ് ആവും. പക്ഷേ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പറ്റുന്നില്ലെങ്കിലോ, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ചെയ്യാൻ ഐഡിയ കിട്ടുന്നില്ല, അതിന് കാരണം എന്താ? നമുക്ക് തിയറി അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തിയറിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ നേരെ അത് പോയി റിവൈസ് ചെയ്യുക, ആ തിയറി ഭാഗം റിവൈസ് ചെയ്തിട്ട് വീണ്ടും പ്രോബ്ലംസിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഒന്നും പ്രോബ്ലംസ് മാത്രം അല്ലെങ്കിൽ തിയറി ടോപ്പിക്ക് മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. യു ഹാവ് ടു മേക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ദം. കുറച്ച് സമയം തിയറിയും ബാക്കി കൂടുതൽ പ്രോബ്ലംസിനായിട്ട് സ്പെൻഡ് ചെയ്യുക. പക്ഷേ പ്രോബ്ലംസ് ചെയ്യുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഭാഗം, ഏതെങ്കിലും തിയറി നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് വരുമ്പോഴത്തേക്ക് അത് പോയി, അത് ടെൻഷൻ അടിക്കാതെ അത് പോയി സമാധാനമായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. എനിവേ, അടുത്ത 10th ക്വസ്റ്റ്യൻ. A particle takes t seconds less and acquires a velocity v meters per second more in falling through the same distance on two planets where the acceleration due to gravity are 2g and 8g respectively. Then okay, രണ്ട് പ്ലാനറ്റ്സ്. ആദ്യത്തെ പ്ലാനറ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g1 എത്രയാണ്? 2g ആണ്. രണ്ടാമത്തെ പ്ലാനറ്റിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 8g ആണ്. ഓക്കെ, അവിടെ ഒരു ബോഡി നമ്മൾ താഴേക്ക് ഇട്ടു, അക്വയർസ് എ വെലോസിറ്റി, സെയിം ഡിസ്റ്റൻസ് ആണ് താഴേക്ക് ഇട്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബോഡിയെ h ഡിസ്റ്റൻസ് താഴേക്ക് ഇടുമ്പോൾ അത് താഴെ വന്ന് വീഴുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? വെലോസിറ്റി ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 2gh അല്ലേ? വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് 2gh എന്ന് താഴെ വീഴാനെടുക്കുമ്പോൾ ഇതാണ് വെലോസിറ്റി. അപ്പോൾ ആദ്യത്തേത് താഴെ വീഴുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് 2g1 ഇൻറ്റു എച്ചും. രണ്ടാമത്തെ താഴെ വീഴാനെടുക്കുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് 2g2 ഇൻറ്റു എച്ചുമാണ്. ഓക്കെ, 2g2 ഇൻറ്റു എച്ചുമാണ്. ഇനി താഴെ വീഴാൻ എടുക്കുന്ന സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 2h/g. റൂട്ട് ഓഫ് 2h/g. അപ്പോൾ അവിടെയും രണ്ടിനും വേറെ വേറെ സമയമായിരിക്കും. ആദ്യത്തേനുള്ള സമയം എത്രയാണ്? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 2h/g1 ഉം രണ്ടാമത്തേൻ്റെ ടൈം എത്രയാണ്? റൂട്ട് ഓഫ് 2h/g2. ഓക്കെ, g1ൻ്റെയും g2ൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴേ ചെയ്യുന്നതിനേക്കാളും അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത്
If particle takes t seconds less and acquires a velocity v more in falling through same distance on two planets where the acceleration due to gravity 2g and 8g. ഇപ്പോൾ 2g ഉള്ളിടത്താണോ 8g ഉള്ളിടത്താണോ പെട്ടെന്ന് താഴെ എത്തുക, 8g ഉള്ളിടത്തായിരിക്കും പെട്ടെന്ന് താഴെ എത്തുക അല്ലേ. അപ്പോൾ ആ കേസിൽ ഈ T1 കുറവും T2 കൂടുതലുമാണ്, തിരിച്ച് T1 കൂടുതലും T2 കുറവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ T1 മൈനസ് T2 ആണ് ക്വസ്റ്റ്യനിൽ എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്, T എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവർ തമ്മിൽ താഴെ എത്താനുള്ള സമയത്തിൻ്റെ വ്യത്യാസം ക്വസ്റ്റ്യനിൽ T എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, T എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ആൻഡ് ഇറ്റ് അക്വയർസ് എ വെലോസിറ്റി v മോർ, അതായത് ഒരു പ്ലാനറ്റിൽ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയെക്കാളും v കൂടുതലാണ് അടുത്ത പ്ലാനറ്റിൽ. ഏതിലായിരിക്കും കൂടുതലെന്ന് പറയാമോ? v1 ആണോ v2 ആണോ കൂടുതലെന്ന് പറയാമോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. വിച്ച് വൺ ഇസ് ഗ്രേറ്റർ, v1 ഓർ v2? v1 ആണോ v2 ആണോ കൂടുതലെന്ന് പറയാമോ? ഏതായിരിക്കും കൂടുതൽ? 2g ആക്സിലറേഷൻ ഉള്ള പ്ലാനറ്റിലാണോ 8g ആക്സിലറേഷൻ ഉള്ള പ്ലാനറ്റിലാണോ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് താഴെ എത്തുക? ഓബ്വിയസ്ലി 8g ആക്സിലറേഷൻ ഉള്ള പ്ലാനറ്റിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ v2 മൈനസ് v1 ആണ് ക്വസ്റ്റ്യനിൽ v എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ v and t തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ നോക്കുമ്പോൾ എല്ലാം അറിയാം, ഒരു ലീനിയർ റിലേഷൻ ആണ് എല്ലാ ഓപ്ഷൻസിലും ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ v by t is equal to v2 minus v1 divided by t1 minus t2. v2 minus v1 എത്രയാണ്? root of 2 into g1 into h minus root of 2 into g2 into h. v2 minus v1 ആണല്ലേ, അപ്പോൾ തിരിച്ചാണ് വരേണ്ടത്. ഡിവൈഡഡ് ബൈ t1 minus t2 എത്രയാണ്? t1 minus t2 root of 2h by g1 minus root of 2h by g2. So v by t is equal to ഇവിടെ root of 2h ഉണ്ട്, root of 2h ഇവിടെയും root of 2h ഉണ്ട്. ഇപ്പോൾ ന്യൂമറേറ്ററിലും രണ്ട് ടേമിലും root of 2h ഉണ്ട്, ഡിനോമിനേറ്ററിലും രണ്ട് ടേമിലും root of 2h ഉണ്ട്. അപ്പോൾ root of 2h പുറത്തെടുത്താൽ എന്ത് ചെയ്യാം? അവരെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ, അവരെ അങ്ങ് നശിപ്പിച്ച് കളയാം. അപ്പോൾ റൂട്ട് ഓഫ് 2h താഴത്തെ റൂട്ട് ഓഫ് 2h നമ്മൾ അവിടെ വെച്ച് തന്നെ അങ്ങ് തീർക്കുന്നു. അങ്ങനെ അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് കിട്ടുക റൂട്ട് g2 മൈനസ് റൂട്ട് g1 ഡിവൈഡഡ് ബൈ 1 ബൈ റൂട്ട് g1 മൈനസ് 1 ബൈ റൂട്ട് g2. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ റൂട്ട് g2 മൈനസ് റൂട്ട് g1, ഇനിയൊന്നുമില്ല, ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് g2 minus root g1 divided by root g1 root g2, that is root of g1 g2. അപ്പോൾ ന്യൂമറേറ്ററിലും റൂട്ട് g2 മൈനസ് റൂട്ട് g1 ഉണ്ടല്ലേ, ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പോൾ അവരെയും നമ്മൾ അവിടെ വെച്ച് തന്നെ തീർക്കുന്നു. ഓക്കെ, അവരെ അവിടെ വെച്ച് തന്നെ നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ റൂട്ട് g1 g2 മൂളിപ്പോവും. സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞു. ഇനിയൊന്നുമില്ല. സോ v by t is equal to root of g1 g2, g1 എത്രയാണ്? 2g, g2 എത്രയാണ്? 8g, that is 16g square റൂട്ട് എടുക്കുമ്പോൾ 4g, or v is equal to 4gt. അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നമ്മളെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് അല്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. എത്ര വർക്ക് ചെയ്യുന്നോ അത്രയും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫെമിലിയാരിറ്റി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കോൺസെപ്റ്റ്സ് റിവൈസ് ചെയ്തു? മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ താഴെ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റിയും അതുപോലെ താഴെ എത്താനുള്ള സമയവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സും എല്ലാം നമുക്ക് കിട്ടി അല്ലേ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ ഞാൻ തീരെ ആരും കാണാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരു കാര്യമുണ്ട്, നമുക്ക് ചെയ്ത് ശീലമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, എന്തുകൊണ്ടാണ് നമുക്ക് അത് അത്രയും ക്വസ്റ്റ്യൻസ് വീണ്ടും കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് അത്രയും പ്രാധാന്യമുണ്ട്. പലപ്പോഴായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൻ്റെ സമയമൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം
ഇത് നമ്മൾ ചെയ്യുന്നത് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസിലൊന്നും നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അവിടെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റിൽ തീർത്ത് വെക്കണം അല്ലെങ്കിൽ തീർത്ത് വെക്കണം എന്നുള്ള വാശി കൊണ്ട് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യരുത് കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാംസിനുണ്ടാകും. അതെല്ലാം ചെയ്യാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം. അപ്പോൾ ചെയ്യാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, കാരണം അത് നമുക്ക് വലിയ യൂസ്ഫുൾ ആവില്ല. ഓക്കെ, നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണം. അപ്പോഴേ നമ്മുടെ സ്കില്ല് കൂടുക. സമയം നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നോക്കുക. പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 5 മീറ്റർ ആൻഡ് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഇസ് ദി ആവറേജ് ആക്സിലറേഷൻ ഇൻ ഹാഫ് റെവല്യൂഷൻ? നിങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തി പറഞ്ഞേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇതേ സമയം ഇന്ന് ജെയ്മെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഒത്തിരി പേര് ജെയ്മെയിൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയിൽ ജെയ്മെയിൻ്റെ ലൈവ് ക്ലാസ്സസ് ഒക്കെ, അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ കൂടി ഒരു തിരക്ക് പിടിച്ച ഒരവസ്ഥയിലാണ് എല്ലാവരും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയോ? യെസ്, കഴിഞ്ഞു. 1 മിനിറ്റൊന്നും ആയില്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഈ നിങ്ങളാണോ സമയത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമെന്ന് പറഞ്ഞത്? അത്ര എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ല കേട്ടോ ഇത്. അത്ര എളുപ്പമെന്ന് പറഞ്ഞാൽ സിമ്പിളായി നോക്കി എഴുതാൻ, അതായത് നോക്കിയിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ല. ചെയ്ത് നോക്കിയാലേ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എല്ലാം പറയും 1ഉം 4ഉം 3 എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് r = 5 മീറ്റർ. ഓക്കെ, സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് ചോദിച്ചിട്ടില്ല. ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് = 2πr/v അല്ലേ? ടൈം പീരീഡ് എത്രയാണ്? 2πr / v. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 2π × 5 / 5. ടൈം പീരീഡ് 2π സെക്കൻഡ്സ് ആണ് അല്ലേ? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദി ആവറേജ് ആക്സിലറേഷൻ ഇൻ ഹാഫ് റെവല്യൂഷൻ? ഹാഫ് റെവല്യൂഷനുള്ള ആവറേജ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ എത്രയാണ്? ടൈം പീരീഡ് / 2π സെക്കൻഡ്സ് അല്ലേ? ഹാഫ് റെവല്യൂഷൻ. അപ്പോൾ ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇനിഷ്യലി പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് വിചാരിക്കാം. വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇനിഷ്യൽ വെലോസിറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇങ്ങോട്ടായി. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഡയറക്ഷനോടെ ചേർത്ത് പറഞ്ഞാൽ ഇവിടെ -5 ആണെങ്കിൽ ഇവിടെ +5 ആണ് അല്ലേ? അപ്പോൾ ഹാഫ് റെവല്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറുന്നു. മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷൻ നേരെ റിവേഴ്സ്ഡ് ആകുന്നു എന്നേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ആവറേജ് ആക്സിലറേഷൻ average = total change in velocity, final velocity minus initial velocity divided by time taken. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 5 ആണ്. മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? -5 ആണ്. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എത്രയാണ്? π സെക്കൻഡ്സ് ആണ്. കഴിഞ്ഞു. ദാറ്റ് ഈസ് 10 / π meters per second square. 10 / π meters per second square. എനിക്കിവിടെ ആൻസർ കിട്ടിയത് ഓപ്ഷൻ 4 ആണല്ലോ. ആവറേജ് ആക്സിലറേഷൻ ഇൻ ഹാഫ് റെവല്യൂഷൻ. നിങ്ങൾ പക്ഷേ കൂടുതൽ പേരും അല്ല, ഇപ്പോൾ ആൻസർ മാറിയല്ലോ. ഇപ്പോൾ 1 ആയി. ഓക്കെ, 1 എന്നുള്ളത് 4 ആയി. അപ്പോൾ ആദ്യം പറഞ്ഞ 1 തെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാ നമുക്ക് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തായിരിക്കാം 1 പറഞ്ഞതിൻ്റെ റീസൺ എന്ന്? ആവറേജ് ആക്സിലറേഷൻ ഇൻ ഹാഫ് റെവല്യൂഷൻ. ഒന്നുകിൽ അവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ടാകും. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടാകും. വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കോൺസ്റ്റന്റ് ആവുള്ളൂ. ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും. അവിടെ മൈനസ് എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതും ഒരു പോസിബിൾ റീസൺ ആകാം. കാരണം രണ്ടും വെലോസിറ്റി ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ്റെ ഇഫക്റ്റ് കൂടി നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. ഡയറക്ഷൻ നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ അത് എന്തായാലും കൺസിഡർ ചെയ്തിരിക്കണം. രണ്ടും വേറെ വേറെയാണ് അല്ലേ? 5ഉം -5ഉം സെയിം അല്ലല്ലോ. ചേഞ്ച് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിച്ച് കാണും ഫുൾ റെവല്യൂഷൻ ആണെങ്കിലും ആവറേജ് ആക്സിലറേഷൻ 0 ആണ്. കാരണം ഫുൾ റെവല്യൂഷൻ കഴിയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആകും. ആ കേസിലും ആവറേജ് ആക്സിലറേഷൻ 0 വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും മിസ്റ്റേക്ക്. പക്ഷേ ഇനി എന്തായാലും നമ്മൾ അങ്ങനെ മിസ്റ്റേക്ക് വരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരുത്താനുള്ളതെല്ലാം, അതായത് വരുത്താനുള്ള മിസ്റ്റേക്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുത്തണം.
അല്ലേ? നമ്മൾ തെറ്റിക്കേണ്ടതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തെറ്റിക്കുക, എക്സാമിന് വരുമ്പോഴത്തേക്ക് നമ്മൾ അതാണ് നമ്മൾ ഇത്രയും എക്സാംസ് എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ? നമ്മൾ അത്രയും എക്സാംസ് എഴുതുന്നുണ്ട്, അപ്പോൾ അത് എക്സാംസ് നിങ്ങൾ എഴുതണം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാനുള്ളതൊക്കെ നിങ്ങൾ അതിന് മുമ്പ് തെറ്റിക്കണം. എക്സാമിലേക്ക് പോകുമ്പോൾ നീറ്റിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമുക്ക് തെറ്റിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 12. A particle of speed 18 meter per second at certain time and 2.4 seconds later its speed was 30 meters per second in the opposite direction. The average acceleration of the particle in this duration. ഇതും നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളത് തെറ്റിക്കില്ല. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കില്ല. ഉറപ്പായിട്ട് നിങ്ങളത് കൺസിഡർ ചെയ്തിരിക്കും, ആ ഒരു വ്യത്യാസം കൺസിഡർ ചെയ്തിരിക്കും. ഒന്ന് ചെയ്തു നോക്കിയേ. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം ടേക്കൺ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദി ആവറേജ് ആക്സിലറേഷൻ. ഏത് ഓപ്ഷൻ ആണെന്ന് പറയാം. വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ചെയ്തു തുടങ്ങുന്നുള്ളൂ. യെസ്, വരട്ടെ, ഉത്തരം വരട്ടെ. യെസ്, ഒരാളുടെ ഉത്തരം വന്നു, 4 എന്ന് വന്നു. അപ്പോൾ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ചെയ്തു നോക്കാം അല്ലേ? യെസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിൾ പോവുകയാണ്, 18 മീറ്റർ പെർ സെക്കൻഡിൽ പാർട്ടിക്കിൾ പോവുകയാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് VI ഞാൻ 18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തു. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫൈനൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് മൈനസ് കൊടുക്കേണ്ടി വരും. ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റിക്ക് പോസിറ്റീവ് എടുത്താൽ ഫൈനൽ വെലോസിറ്റിക്ക് നെഗറ്റീവ് കൊടുക്കേണ്ടി വരും അല്ലേ, മൈനസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സലറേഷൻ ഒരേ ഒരു ഫോർമുലയുള്ളൂ. ആവറേജ് ആക്സലറേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു V final minus V initial divided by time taken, change in velocity by time taken. That is minus 30 minus 18 divided by time taken. It is 2.4 seconds അല്ലേ. So A average is equal to minus 48 divided by 2.4, that is 480 divided by 24, that is 20 meter per second square with a minus sign. മൈനസ് 20 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 20 ആണ്. മാഗ്നിറ്റ്യൂഡ് 20 എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റിയുടെ സൈൻ നമ്മൾ പ്ലസ് ആയിട്ട് എടുത്താൽ ആക്സിലറേഷൻ്റെ സൈൻ മൈനസ് ആണ്. സോ ഇനിഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ വരുന്നത് എന്ന്. ഇനിഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ വരുന്നതെന്ന്. ഓക്കെ, ഫൈൻ. അടുത്ത നോക്കാം. യെസ്, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇതും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ. ഇത് നിങ്ങൾ നോക്കാതെ തന്നെ ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. Speed of 2 identical cars are u and 4u at specific instant. The ratio of respective distances in which the 2 cars are stopped from this instant. അപ്പോൾ രണ്ടുപേർക്കും ഓക്കെ റീറ്റാർഡേഷൻ സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. റീറ്റാർഡേഷൻ സെയിം ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. ഇതിൻ്റെ വെയിറ്റേജ് ഒക്കെ ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മോഷൻ സ്ട്രെയിറ്റ് ലൈൻ്റെ വെയിറ്റേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൈനമാറ്റിക്സിന് ഒരുമിച്ചാണ് നമ്മൾ വെയിറ്റേജ് പറയാറുള്ളത്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ കൈനമാറ്റിക്സിന് കാണാറുണ്ട്. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് എന്ന് നമുക്ക് എല്ലാ തവണയും പറയാൻ പറ്റില്ല. നോർമലി നീറ്റ് എന്ന് പറയുന്നത് 45 ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 തവണയായിട്ട് മോഷൻ സ്ട്രൈറ്റ് ലൈനിന്നും പ്ലെയിൻ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈവൻ ഏറ്റവും ചെറിയ ടോപ്പിക്കായ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വരെ നമുക്ക് എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു വെയിറ്റേജ് ഒരു കൃത്യമായിട്ടുള്ളൊരു പെർസെൻറ്റേജ് പറയാൻ ബുദ്ധിമുട്ടാണ്. യെസ്, അപ്പോൾ ഇതിലേക്ക് വരാം. എങ്ങനെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? വാട്ട് ഈസ് ദി ഫോർമുല ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ u² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റീറ്റാർഡേഷൻ. റിട്ടാർഡേഷൻ ഞാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് എഴുതുകയാണ് കേട്ടോ. ഇവിടെ രണ്ടുപേർക്കും സെയിം റിട്ടാർഡേഷൻ എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വി ക്യാൻ അസ്യൂം ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ S1 by S2 is equal to u1 by u2 the whole square, that is u by 4u the whole square, which is 1 divided by 16.
Okay, 1 divided by 16. അപ്പോൾ ഒരു ചോദ്യം, will NEET be easy എന്നുള്ളത് അതൊരു വല്ലാത്ത പ്രഹേളികയാണ് ആ ചോദ്യം. കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈസിയാണ്, എളുപ്പമാണ്. പൊതുവേ ഒരു ജനറൽ അതിന് മുമ്പത്തെ പേപ്പർ വെച്ച് നോക്കുമ്പോൾ കമ്പാരിസൺ ടു ദാറ്റ് ഈസിയാണ്. ഇത്തവണ പക്ഷേ ഈസി ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, സിൻസ് ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈസി ആണോ ടഫ് ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ്, ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. അപ്പോൾ ശരിക്കും കുറേയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഒന്ന് ടഫ് ആവുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മറ്റുള്ള ആൾക്കാരെക്കാളും ഒരു എഡ്ജ് കിട്ടണമെങ്കിൽ കുറച്ച് ടഫായാൽ, കുറച്ചുകൂടെ ബെറ്റർ ആയാൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് സ്കോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ടഫാവുന്നതാണ് നല്ലത്. എനിവേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈസി ആയിരിക്കുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണയൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു, 2 വർഷമായിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടാണ് വരുന്നത്. 14th one, ആവറേജ് സ്പീഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ കവേഴ്സ് 2/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് V1 ആൻഡ് 3/5 ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് V2, then the average speed is. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് S എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, അതിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, S1ഉം S2. ടോട്ടൽ ഡിസ്റ്റൻസ് S ആണെങ്കിൽ അതിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ S1 എത്രയാണെന്ന് പറയുന്നത്, S1 is 2/5, 2/5 ഓഫ് ദി ടോട്ടൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് 2/5 S. ടോട്ടൽ ഡിസ്റ്റൻസ് എസും അതിൻ്റെ 2/5 ടൈംസ് നമ്മൾ 2/5 ടൈംസ് ഇറ്റ് ഇസ് S1. രണ്ടാമത്തെ കേസിൽ S2 is equal to എത്രയാണ്, 3/5 S. ആദ്യത്തെ S1 ഡിസ്റ്റൻസ് V1 സ്പീഡിലും അടുത്ത S2 ഡിസ്റ്റൻസ് V2 സ്പീഡിലുമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വെറുതെ V1ഉം V2ഉം കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? V1 + V2 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ആണോ? ഒരിക്കലും അല്ല. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി ദി ആവറേജ് ഓഫ് സ്പീഡ്സ്. വെറുതെ സ്പീഡ്സ് ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരാ. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നോർമൽ ജനറൽ ഡെഫിനേഷൻ, വാട്ട് ഈസ് ദി ജനറൽ ഡെഫിനേഷൻ ഫോർ ആവറേജ് സ്പീഡ്? ഇറ്റ് ഇസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? S1 + S2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ടേക്കൺ തന്നിട്ടില്ലല്ലോ. ഓക്കെ, ടൈം ടേക്കൺ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക? ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ S1 ഡിസ്റ്റൻസ് V1 സ്പീഡിലാണ് കവർ ചെയ്യുന്നതെങ്കിൽ ടൈം ടേക്കൺ S1/V1 പ്ലസ് രണ്ടാമത്തെ എത്രയാണ്? S2 ഡിവൈഡഡ് ബൈ V2. സോ V average is equal to, ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. S1 + S2 2/5 S plus 3/5 S നമുക്കറിയാം, ഇറ്റ് ഇസ് S itself ഡിവൈഡഡ് ബൈ S1/V1 എന്ന് പറയുമ്പോൾ ഇത് ഡിവൈഡഡ് ബൈ V1, 2S/5V1 പ്ലസ് 3S/5V1 അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്ററിൽ എസും 5ഉം കോമൺ ആണ്. അപ്പോൾ S/5 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2/V1 പ്ലസ് 3/V2, 2/V1 പ്ലസ് 3/V2. അവിടെ SS ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി പോകും. സോ V average is equal to, ഇതിനെ ഈ 5 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം, ബാക്കി താഴെ ഡിനോമിനേറ്ററിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2V2 പ്ലസ് 3V1 ഡിവൈഡഡ് ബൈ V1 V2. ആ V1 V2 നേരെ ന്യൂമറേറ്ററിലേക്ക് പോയാൽ 5V1 V2 ഡിവൈഡഡ് ബൈ 3V1 പ്ലസ് 2V2. 5V1 V2 ഡിവൈഡഡ് ബൈ 3V1 പ്ലസ് 2V2. 4 ആണ് ആൻസർ. നിങ്ങളെല്ലാവരും മിക്കവാറും ആൾക്കാർ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 ഇത് കണ്ടു. JEE ഈസി ആയതുകൊണ്ട് നീറ്റും ഈസി ആയിരിക്കും എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ JEE ഇന്നലത്തെ പേപ്പറൊന്നും അത്ര ഈസി ഒന്നും അല്ലായിരുന്നു. ഇന്നലത്തെ പേപ്പർ നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും ഈസി എന്ന് പറഞ്ഞത്. ഇന്നലത്തെ പേപ്പറൊക്കെ അത്യാവശ്യം നല്ല ലെവലുള്ള പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീറ്റ് JEE ഈസി ആയതുകൊണ്ട് നീറ്റ് ഈസി ആവണം എന്നൊന്നുമില്ല. രണ്ടും JEE എല്ലാ കാലത്തും നീറ്റുമായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. രണ്ടിൻ്റെയും പർപ്പസ് വേറെയാണ് അല്ലേ? രണ്ടും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കവർ ചെയ്താൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സും എല്ലാം ആപ്റ്റിറ്റ്യൂഡിനും ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് 15th one. ഓക്കെ, ഇത് നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. പാർട്ടിക്കിൾ എക്സ്പീരിയൻസസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഫോർ 20 seconds ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ഇഫ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് s1 in time 10 seconds and distance s2 in the next 10 seconds, then what is the relation between s1 and s2? Okay, what is the relation between s1 and s2? അപ്പോൾ എന്താണ്, s1 is the distance covered in 10 seconds. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ s1 എന്താണ്, 10 സെക്കൻഡ് കൊണ്ട് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് ഹാഫ് a into 10 square, ഹാഫ് a t square അല്ലേ. ദാറ്റ് ഇസ് ഹാഫ് a into 10 square. That is half a into 100, or s1 is equal to, it is 50a. s1 എന്താണ്, it is 50a. അതായത് ഒരാൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് s1 ആണ്. ഓക്കെ, അടുത്ത 10 സെക്കൻഡ് കൊണ്ട് അയാൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് s2. അപ്പോൾ 20 സെക്കൻഡ് കൊണ്ട് ആകെ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്, ഇറ്റ് ഇസ് s1 plus s2. 20 സെക്കൻഡ്സ് കൊണ്ട് ആകെ കവർ ചെയ്ത ഡിസ്റ്റൻസ് s1 plus s2 ആണ്. So we can say s1 plus s2 is equal to half same acceleration, total time taken. റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 20 സെക്കൻഡ്സ് കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. സോ 20 സ്ക്വയർ. സോ s1 plus s2 is equal to 20 square is 400, 400 by 2 is 200. So 200a. അല്ല, s1 എത്രയാണ്, 50a ആണ്. 50a plus s2 is equal to 200a, or s2 is equal to 150a. Okay, s2 is equal to 150a. അപ്പോൾ s1 50aയും s2 150aയും ആണെങ്കിൽ what is s2 by s1? s2 by s1 എത്രയാണ്, s2 by s1 it is 150 divided by 50, which is 3 അല്ലേ. So s2 is equal to 3s1, അല്ലെങ്കിൽ s1 is equal to s2 by 3. Option 2. അപ്പോൾ ഇതും നമ്മൾ പഠിച്ചു വെക്കാറുള്ള ഒരു കാര്യമാണ് ഇൻ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ഇൻ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് വി കൻ സേ the displacements in consecutive equal time intervals are in the ratio 1:3:5:7. കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പോകുന്നത് നമുക്കറിയാം. ഇപ്പോൾ s1ൻ്റെ 3 ഇരട്ടിയാണ് s2 എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്ന് നമ്മൾ ചെയ്തതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനിയിപ്പോൾ നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്, മോഷനിനെ പ്ലെയിനിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനിരിക്കുന്നു. 2 projectiles are shown in the figure. T1, T2 are the time periods, times of flight, and U1, U2 are the initial velocities then. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയില്ല ഡയഗ്രാം. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇവിടെ 2 പ്രൊജക്ടൈൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെയും അടുത്ത പ്രൊജക്ടൈൽ ഇങ്ങനെയാണ്. രണ്ടുപേരും you can see that both of them are reaching the same height. Okay, ഒരേ ഹൈറ്റ് ആണ്. This is first one, this is second one. Now you have to compare their times of flight. അവരുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് T1 ഉം T2. അവരുടെ ഇനിഷ്യൽ സ്പീഡാണ് U1 ഉം U2 ഉം. Then you have to find the relation between T1 T2 and U1 U2. This is U1, this is U2. Okay, what do you think? ഒന്ന് ആലോചിച്ച് നോക്കേ. ക്വസ്റ്റ്യൻ നിങ്ങൾ പറയുന്നത് 2, 3 എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് 2 പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടു പരിചയമുള്ള ആൾക്കാരായിരിക്കാം, ഓർ മേ ബി ഇപ്പോൾ ചെയ്തിട്ട് പറയുന്നതായിരിക്കാം. എനിവേ, എന്ത് വന്നാലും ഓക്കെയാണ്, ഡസൻ മാറ്റർ. നമ്മളിപ്പോൾ ചെയ്ത് തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മൾ നേരത്തെ കണ്ട് പരിചയമുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ആൻസർ പറയുന്നത്. അത് മതി, നമുക്ക് ആൻസർ കിട്ടിയാൽ പോരെ. എന്ത് ചെയ്തിട്ടായാലും നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നൊരു ക്വസ്റ്റ്യൻ, മനസ്സിലാവുന്ന ഒരു കണ്ടീഷൻ h1 is equal to h2 എന്നുള്ളതാണ് അല്ലേ. ഈ ഹൈറ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വെർട്ടിക്കൽ വെലോസിറ്റി. ഹൈറ്റിന് നമുക്ക് uy സ്ക്വയർ ബൈ 2g എന്ന് വിളിക്കാം. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് വിളിക്കാം അല്ലേ. uy സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ് ഒരു പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ്, uy സ്ക്വയർ. ഇവിടെ ഹൈറ്റ് ഈക്വൽ ആണ് അല്ലേ, ഹൈറ്റ് ഈക്വൽ ആണ്. h1 is equal to h2. ഹൈറ്റ് എന്താണ്? h1 is equal to h2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം
uy1 is equal to uy2. അതായത് വെർട്ടിക്കൽ വെലോസിറ്റീസ് രണ്ടുപേരുടെയും സെയിം ആണ്. വെർട്ടിക്കൽ വെലോസിറ്റീസ് രണ്ടുപേരുടെയും സെയിം ആണ്. വെർട്ടിക്കൽ വെലോസിറ്റി രണ്ടുപേരുടെയും സെയിം ആണെങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യം പറയാം. ടൈം ഓഫ് ഫ്ലൈറ്റ്, വാട്ട് ഇസ് ദി ഫോർമുല ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇറ്റ് ഇസ് 2uy/g. എന്താണ്? 2uy/g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് uy-നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ uy രണ്ടുപേർക്കും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം t1 is equal to t2 അല്ലേ? t1 is equal to t2. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം, there is a direct relation between time of flight and height. എന്താണ്? h is equal to 1/8 gt² എന്ന് പറഞ്ഞിട്ട് റിലേഷൻ ഉണ്ട്. h is equal to 1/8 gt² എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ 1/8 gt², അപ്പോൾ നോക്കിയാൽ അറിയാം എച്ചും ടിയും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ടൈം ഓഫ് ഹൈറ്റ് ഈക്വൽ ആയാൽ ടൈം ഓഫ് ഫ്ലൈറ്റും ഈക്വൽ ആകണം അല്ലേ? ഹൈറ്റ് ഈക്വൽ ആയാൽ ടൈം ഓഫ് ഫ്ലൈറ്റും ഈക്വൽ ആവണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ സാധനം. ഓപ്ഷൻ 2 ആണ് ആൻസർ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ആരോ 2 and 3 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? 2 and 3 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അതായത് u1 ഗ്രേറ്റർ ദാൻ u2 ആണോ? u1 ഗ്രേറ്റർ ദാൻ u2. അപ്പോൾ ഒരു കാര്യം നോക്കാം. y കമ്പോണൻറ്റ് ഈക്വൽ ആണ്. x കമ്പോണൻറ്റ് എങ്ങനെയാണ്? എക്സ് കമ്പോണൻറ്റ് എങ്ങനെ? നമുക്ക് പറയാം റേഞ്ച് ആർക്കാണ് കൂടുതൽ? 2-നാണോ 1-നാണോ റേഞ്ച് കൂടുതൽ? ഹൊറിസോണ്ടൽ റേഞ്ച് കൂടുതൽ ആർക്കാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഗ്രേറ്റർ ഫോർ 2. ദാറ്റ് ഇസ് r2 ഇസ് ഗ്രേറ്റർ ഫോർ 2. റേഞ്ചിന് നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റി, റേഞ്ച് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയാം. പറഞ്ഞില്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ശരിയാണല്ലോ? അപ്പോൾ ux2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ux1, കാരണം ടൈം ഓഫ് ഫ്ലൈറ്റ് സെയിം ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി, റേഞ്ച് കൂടുതൽ രണ്ടാമത്തേനാണെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി രണ്ടുപേർക്കും ഈക്വലാണ്. പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റി സെക്കൻഡ് വണ്ണിന് കൂടുതലാണെങ്കിൽ ആക്ച്വൽ വെലോസിറ്റിയും കൂടുതൽ സെക്കൻഡ് വണ്ണിന് തന്നെ ആയിരിക്കും. u2 ഇസ് ഗ്രേറ്റർ ദാൻ u1. ഹൊറിസോണ്ടൽ വെലോസിറ്റി രണ്ടുപേർക്ക് ഉള്ളതിൽ u2-ന് കൂടുതലാണ്, u1 കുറവാണ്. വെർട്ടിക്കൽ വെലോസിറ്റി രണ്ടുപേർക്കും ഈക്വലാണ്. സോ വി ക്യാൻ സേ u2 ഇസ് ഗ്രേറ്റർ ദാൻ u1. അപ്പം നോക്കിയ ക്വസ്റ്റ്യൻ വളരെ ചെറുതാണ്, പക്ഷെ അത് ചെയ്യുന്നത് വഴി നമുക്ക് ആ പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, ഹൈറ്റ്, ഇതിൻ്റെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റ്സ് നമുക്ക് റിവൈസ് ആവുന്നുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഉപയോഗമുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 16. ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ആരും ഇപ്പോൾ ചോദിച്ചായിരുന്നു, റിവർ ക്രോസിംഗ് പ്രോബ്ലംസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇത് ഒരു റിവർ ക്രോസിംഗ് പ്രോബ്ലമാണ് അല്ലേ? ഇത് സിമ്പിൾ റിവർ ക്രോസിംഗ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള കൺവെൻഷൻസ് എന്തൊക്കെയാണ്? ഇതിൽ VBR, 1-2 കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയാം. VBR അല്ലെങ്കിൽ VMR എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദി സ്റ്റിൽ വാട്ടർ സ്പീഡ് ഓർ സ്പീഡ് ഓഫ് ദി ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഓക്കെ, സ്റ്റിൽ വാട്ടർ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഓർ ഇറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് ദി ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. വെള്ളത്തിനെ അപേക്ഷിച്ച് ബോട്ടിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അപേക്ഷിച്ച് ബോട്ടിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ VBR എന്ന് പറയുന്നത് കേട്ടോ. അതായത് തുഴയുമ്പോൾ കിട്ടുന്ന സ്പീഡ് അല്ലെങ്കിൽ എൻജിൻ കാരണം കിട്ടുന്ന സ്പീഡ്, അതാണ് VBR. ഇനി VR എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി സ്പീഡ് ഓഫ് റിവർ. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് റിസൾട്ടന്റ് സ്പീഡ് ഓഫ് ദി ബോട്ട്, റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ബോട്ട്. റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദി ബോട്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ഒരാൾ നീന്തുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ? എ മാൻ സ്വിംസ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ബാങ്ക് ഓഫ് river of width 100 meter. If he swims perpendicular to the river current, he reaches the other bank 50 meter downstream. The angle to the bank at which he should swim to reach the directly opposite point B. Okay, അപ്പോൾ അയാൾ ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ VBR-ന് വരെ നമുക്ക് എന്ത് പറയാം? We can say it is VM എന്ന് പറയാം അല്ലേ? VMR അതുപോലെ VM, resultant velocity of the man. അപ്പോൾ അയാൾ തുഴയുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി ഏതാണ്? ഇതാണ് തുഴയുമ്പോൾ അല്ല, നീന്തുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി VMR ആണ്. VR is the speed of the river.
Vm is the resultant velocity of the boat. അപ്പോൾ നമ്മൾ ഒരാളെയും കൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നു, അയാളിങ്ങനെ ഒരു പുഴ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നു. അപ്പോൾ നമ്മൾ അയാളെ പിടിച്ച് വെള്ളത്തിലിടുന്നു. ഓക്കെ, നമ്മൾ അയാളെ പിടിച്ച് എന്ത് ചെയ്യുകയാണ്? നമ്മൾ അയാളെ പിടിച്ച് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ അയാളെ പിടിച്ച് വെള്ളത്തിലിടുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് നീന്താൻ അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളതൊന്നും ചോദിച്ചില്ല, നമ്മൾ ഇപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ അയാളെ പിടിച്ച് വെള്ളത്തിലിട്ടു, അയാൾക്ക് നീന്താൻ അറിയില്ല. എന്ത് പറ്റും? അയാളെ വെള്ളത്തിൽ നീന്താൻ അറിയില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഹിം? അയാൾ നേരെ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, വെള്ളത്തിൻ്റെ കൂടെ അയാൾ ഒഴുകി പോകുന്നു. അയാൾക്ക് ഏത് സ്പീഡാണ് കിട്ടുക? സ്പീഡ് ഓഫ് ദ റിവർ ആണ് കിട്ടുക, അല്ലേ? വേറെ ഒന്നുമില്ല, അയാൾ ഒഴുകിപ്പോയി. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ താഴെ നിന്ന് എവിടെന്നെങ്കിലും കിട്ടും. അപ്പോൾ അയാൾ പോയി, നമ്മൾ അടുത്ത ആളെ വിളിച്ചു, അടുത്ത ആളോട് ചോദിക്കുകയാണ്, അയാൾക്ക് നീന്താൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് നീന്താൻ അറിയാമെന്ന് പറഞ്ഞു. അയാളെ നമ്മളെടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ട് പറയണം നേരെ പെർപെൻഡിക്കുലറായിട്ട് നീന്തിക്കോണമെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അയാൾ എങ്ങനെയാണ് നീന്തുന്നത്? അയാൾ പെർപെൻഡിക്കുലറായിട്ട് നീന്തുകയാണ്. അതായത് VMR റിവറിന് പെർപെൻഡിക്കുലറാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ റിവറിന് ഇങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ട്, VR. അപ്പോൾ അയാൾ നീന്തുന്നുണ്ട്, അതിൻ്റെ കൂടെ റിവർ ഒരു വെലോസിറ്റി കൂടെ കൊടുത്തു. അപ്പോൾ അയാളുടെ ആക്ച്വൽ വെലോസിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ പോകുന്നെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് നീന്തുമ്പോൾ ഇതാണ് കേസ്. അപ്പോൾ അയാൾ ഈ ഡയറക്ഷനിലാണ് നീന്തുന്നതെങ്കിലും അയാൾ ശരിക്കും പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അയാളുടെ ഡയഗ്രാം വരച്ചാൽ, അപ്പോൾ അയാൾ ഇങ്ങനെയാണ് നീന്തുന്നതെങ്കിലും അയാൾ പോകുന്നത് അയാൾ നീന്തുന്നത് എങ്ങനെയാണ്? അയാൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ റിവറിൻ്റെ വിഡ്ത്ത് W ആണ്. ഈ വെലോസിറ്റിയാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇയാൾ പോകുമ്പോൾ റിവറിന് പാരലായിട്ട് അയാൾ എത്ര മൂവ് ചെയ്തു അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു കേസിൽ വാട്ട് ഈസ് ദി വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ റിവർ? അതായത് ഇത് Y ഡയറക്ഷൻ, ഇത് X ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കും. ഇത് Y ഡയറക്ഷൻ, ഇത് X ഡയറക്ഷൻ. അപ്പോൾ Y ഡയറക്ഷനിലുള്ള വെലോസിറ്റി എത്രയാണ്? VMR ആണ്. Y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് W. അപ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ എത്രയാണ്? ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദി റിവർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ റിവർ, VMR. ഈ കേസിൽ VMR ആണ് പെർപെൻഡിക്കുലർ വെലോസിറ്റി. സോ എപ്പോഴും ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ, ഓക്കെ, ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി width of the river divided by speed perpendicular to the river. ഇതാണ് ടൈം ടേക്കൺ. ഇതാണ് ഷോർട്ടസ്റ്റ് ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ. ഏറ്റവും കുറച്ച് സമയം കൊണ്ട് റിവർ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡ്രിഫ്റ്റ് ഇസ് ഈക്വൽ ടു X ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പോൾ X ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ ആണ്. X ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ റിവറിന്റെ വെലോസിറ്റിയാണ്. സോ VR ഇൻറ്റു ടൈം ടേക്കൺ. സോ വി ക്യാൻ സേ ഡ്രിഫ്റ്റ് ഇസ് ഈക്വൽ ടു X ഇസ് ഈക്വൽ ടു VR ഇൻറ്റു ടൈം ടേക്കൺ. ടൈം ടേക്കൺ എത്രയാണ്? W ഡിവൈഡഡ് ബൈ VMR. ഓക്കെ, ഡ്രിഫ്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റനിൽ പറയുന്നത്? 50 മീറ്റർ എന്നാണ് പറയുന്നത്. സോ 50 മീറ്റർ ഇസ് ഈക്വൽ ടു VR ബൈ VMR ഇൻറ്റു width of the river 100 meter ആണ്. So VR by VMR is equal to 50 by 100, that is 1/2. Okay, VR by VMR is equal to 1/2. VR by VMR is equal to 1/2. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ചോദ്യം എന്താണ്? ഇതല്ല ചോദിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇത് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെ എളുപ്പമുള്ള പരീക്ഷയൊക്കെ ആണെങ്കിൽ ഇത് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, നമുക്ക് വേണ്ടി വരാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു വരാം. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദി ആംഗിൾ ടു ദ ബാങ്ക് അറ്റ് വിച്ച് ഹി ഷുഡ് സ്വിം ടു റീച്ച് ഡയറക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ്. ഇനി അടുത്ത ചോദ്യം, ഇപ്പോൾ ഇയാൾ അങ്ങെത്തി, നമ്മൾ അടുത്ത ആളെടുത്ത് വെള്ളത്തിലിടുകയാണ്. വീണ്ടും നമ്മളതിൽ ഇങ്ങനെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക വെള്ളത്തിലിടാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആളെടുത്ത് വെള്ളത്തിലിടുകയാണ്. പക്ഷെ അയാളോട് പറയുന്ന കാര്യം ഇതാണ്. അയാളോട് പറയുന്ന കാര്യം, നീ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നീ നേരെ ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തണം, ബിയിൽ എത്തണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളെ നമ്മളെടുത്ത് വെള്ളത്തിലിട്ടു, അയാൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു, അയാൾ റിവറിൻ്റെ കൂടെ അങ്ങ് പോയി, VR വെലോസിറ്റിയിൽ അങ്ങ് പോയി. രണ്ടാമത്തെ ആൾക്ക് നീന്താൻ അറിയായിരുന്നു, അയാൾ വെള്ളത്തിന് പെർപെൻഡിക്കുലറായിട്ട് തുഴഞ്ഞു, പക്ഷേ അയാൾ പോയത് ഇങ്ങനെയാണ്. എന്നാൽ ഞാൻ അടുത്ത ആളോട് പറയുന്നു, മൂന്നാമത്തെ ആളോട് പറയുന്നത് ഇതൊന്നും അല്ല കണ്ടീഷൻ, താങ്കൾ നേരെ ഓപ്പോസിറ്റ് പോയിന്റ് ബിയിൽ എത്തണം, താങ്കൾ പോകേണ്ടത് താങ്കളുടെ വെലോസിറ്റി ഇതാ ഇങ്ങനെയായിരിക്കണം എന്ന് ഞാൻ അയാളോട് പറയണം. എന്താണ്?
ഞാൻ അദ്ദേഹത്തോട് പറയാണ് അയാളുടെ വെലോസിറ്റി റിവറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, വെലോസിറ്റി ഓഫ് ദ മാൻ ഇങ്ങനെയായിരിക്കണം എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാൾ തുഴയേണ്ടത് ഈ ഡയറക്ഷനിലാണോ? ഈ ഡയറക്ഷനിൽ നീന്തിയാൽ, ഈ ഡയറക്ഷനിൽ അയാൾ നീന്തിയാൽ അയാൾ ബിയിൽ എത്തുമോ? അതായത് എയിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നീന്തിയാൽ അയാൾ ബിയിൽ എത്തുമോ? ഇല്ല, എത്തില്ല. കാരണം അയാളെയും കൊണ്ട് റിവർ കുറച്ച് താഴേക്ക് പോകും. അപ്പം അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ കുറച്ച് അപ്സ്ട്രീം നീന്തണം. അതായത് ഈ ഡയറക്ഷൻ ലക്ഷ്യമാക്കി അയാൾ നീന്തണം. അതായത് VMR ഈ ഡയറക്ഷനിലായാൽ ആ VMRൻ്റെയും ആ റിവറിൻ്റെ വെലോസിറ്റിയുടെയും കൂടി റിസൾട്ടൻ്റ് VM ആയിരിക്കണം. അതായത് VMRൻ്റെയും VRൻ്റെയും ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കണം VM. നൗ വി ഹാവ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ ആംഗിൾ ഞാൻ തൽക്കാലം തീറ്റ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ചരിഞ്ഞ് തുഴഞ്ഞാൽ മാത്രമേ നമ്മളിങ്ങനെ പോവുള്ളൂ. അപ്പോൾ അയാൾ ഈ കേസിൽ തുഴയേണ്ടത് ഇങ്ങനെയാണ്, തുഴയേണ്ടതല്ല, നീന്തേണ്ടത്. അപ്പോൾ അയാൾ ഒരു ആംഗിളിലാണ് നീന്തേണ്ടത്. പക്ഷേ അയാൾ ഇങ്ങനെ ആംഗിളിൽ നീന്തുമ്പോൾ അയാൾ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അവസാനം ഇവിടെ എത്തി, ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ആ ട്രയാങ്കിൾ നോക്കി, ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിയിട്ട് പറഞ്ഞേ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് VRും ഹൈപ്പോട്ടന്യൂസ് VMR ആണ്. സോ വി ക്യാൻ സേ വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു VR/VMR അല്ലേ? സൈൻ തീറ്റ എന്താണ്? VR/VMR. പക്ഷേ VR/VMR ഓൾറെഡി നമുക്കറിയാം, അത് 1/2 ആണെന്ന് നമ്മൾക്ക് നേരത്തെ കിട്ടി. അപ്പോൾ നേരത്തെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് VR/VMR എത്രയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സൈൻ തീറ്റ അല്ല, തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. സൈൻ തീറ്റ 1/2 ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലേ? അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ നേരെ നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്തു, തെറ്റിപ്പോയി. കാരണം എന്താ? അതല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി ആംഗിൾ വിത്ത് ദി ബാങ്ക് അറ്റ് വിച്ച് ഹി ഷുഡ് സ്വിം? അതായത് ബാങ്കുമായിട്ടുള്ള ആംഗിളാണ്, കരയുമായിട്ടുള്ള ആംഗിളാണ്, ആ റിവർ ബാങ്കുമായിട്ടുള്ള ആംഗിൾ. ഈ ആംഗിളാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് 90 - തീറ്റയാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സോ 90 - തീറ്റ എത്രയാണ്? 60. അപ്പോൾ 30 ഡിഗ്രി വിത്ത് ദ നോർമൽ ടു ദ റിവർ ആൻഡ് 60 ഡിഗ്രി വിത്ത് ദി ബാങ്ക്. ദാറ്റ് ഈസ് ദി ആംഗിൾ അറ്റ് വിച്ച് ഹി ഹാസ് ടു സ്വിം. അപ്പോൾ സംശയമൊന്നും ഇല്ല, നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന മോഷനും പ്ലെയിനും പഠിക്കുന്ന പല ആൾക്കാർക്കും കുറച്ച് കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന റിവർ ബോട്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അറ്റ്ലീസ്റ്റ് ക്രോസിംഗ് ദ റിവർ ബൈ ദ ഷോർട്ടസ്റ്റ് ടൈം, ക്രോസിംഗ് ദ റിവർ ബൈ ദ ഷോർട്ടസ്റ്റ് പാത്ത് എങ്കിലും പ്രോപ്പറായിട്ട് നോക്കി വെക്കുക. കാരണം അവിടെ നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസും കാണാറുള്ളത്. അപ്പോൾ നമ്മൾ 1-2 പേരെ എടുത്ത് വെള്ളത്തിലിട്ടെങ്കിലും നമുക്ക് ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 2 കേസല്ലേ വന്ന് ഷോർട്ടസ്റ്റ് ടൈം, ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ അതിൻ്റെയെങ്കിലും ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. That is question number 17. Let's look at the next one. ഇതും വെക്ടേഴ്സിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A person moves 200 meter north, 100 meter east and 200 meter southwest. His displacement from the initial position is his displacement from the initial position. ഓക്കെ, അപ്പോൾ ഇവിടെ നോർത്തും ഈസ്റ്റും സൗത്തും വെസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻ കൊടുക്കുക? ഡയറക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ദിസ് ഇസ് നോർത്ത്, ദിസ് ഇസ് ഈസ്റ്റ് ആൻഡ് ദിസ് ഇസ് സൗത്ത് ആൻഡ് ദിസ് ഇസ് വെസ്റ്റ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് അസൈൻ ചെയ്യുക? ലെറ്റ്സ് അസൈൻ യൂണിറ്റ് വെക്ടേഴ്സ് ലൈക്ക് ദിസ്. ഈസ്റ്റ് പ്ലസ് ഐ ക്യാപ്പും വെസ്റ്റ് മൈനസ് ഐ ക്യാപ്പും ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, നോർത്ത് പ്ലസ് ജെ ക്യാപ്പും സൗത്ത് മൈനസ് ജെ ക്യാപ്പും ആണെന്ന് വിചാരിക്കാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 3 ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? വെക്ടർ S1 എത്രയാണ്? ഇറ്റ് ഈസ് 200 മീറ്റർ നോർത്ത്, 200 ജെ ക്യാപ്പ്. ഓക്കെ, രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 100 മീറ്റർ ഈസ്റ്റ്, ദാറ്റ് ഇസ് 100. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ക്യാപ്പ് ആണ്. അതിനുശേഷം
200 root 2 meter south west, 200 root 2 south west. അപ്പോൾ S3 നമ്മൾ എങ്ങനെ പറയും? ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്തിനും വെസ്റ്റിനും കൃത്യം 45 ഡിഗ്രി ഇടയ്ക്കാണ്. ഇല്ലായിരുന്നെങ്കിൽ ആംഗിൾ വേറെ വല്ലതും ആണെങ്കിൽ ആംഗിൾ സ്പെസിഫൈ ചെയ്തേനെ. അപ്പോൾ സൗത്തിനും വെസ്റ്റിനും 45 ഡിഗ്രി ഇടയ്ക്ക് 200 root 2 ആണ് മൂന്നാമത്തെ ഡിസ്പ്ലേസ്മെന്റ്. 200 root 2. ഈ ആംഗിൾ എത്രയാണ്? 45. അപ്പോൾ അതിൻ്റെ ഈ കമ്പോണന്റ് എത്രയായിരിക്കും? നിങ്ങളൊന്ന് റിസോൾവ് ചെയ്ത് പറഞ്ഞു. 200 root 2 cos 45, ദാറ്റ് ഇസ് 200 root 2 ഇൻറ്റു 1/√2. y കമ്പോണന്റ് എന്തായിരിക്കും? ഈ കമ്പോണന്റ് എത്രയാണ്? ദാറ്റ് ഇസ് ഓൾസോ 200 root 2 sin 45, ദാറ്റ് ഇസ് 200. ശരിയല്ലേ? അപ്പോൾ അതിനെ നമ്മൾ വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് പറയുക? എക്സ് കമ്പോണന്റ് 200 എങ്ങോട്ടാണ്? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. സോ മൈനസ് ഐ ക്യാപ്പ് അല്ലേ? മൈനസ് ഐ ക്യാപ്പ്. അത് കഴിഞ്ഞ് 200 നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. സോ മൈനസ് ജെ ക്യാപ്പ്. മൈനസ് എഴുതാൻ വിട്ടുപോലെ സൗത്തും വെസ്റ്റും എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് മൈനസ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ 3 വെക്ടേഴ്സിൻ്റെയും കൂടെ സം എടുത്താൽ മതി. വെക്ടർ സം എടുത്താൽ മതി. വെക്ടർ S1 പ്ലസ് വെക്ടർ S2 പ്ലസ് വെക്ടർ S3. സോ വെക്ടർ S1 ഇസ് ഈക്വൽ ടു വെക്ടർ S is equal to S1 അല്ല, വെക്ടർ S is equal to 200 j cap plus 100 I cap minus 200 I cap minus 200 j cap. Okay, so vector S is equal to, we can say 200 100 I cap, അവിടെ എന്തൊക്കെ 200 j cap minus 200 j cap ക്യാൻസൽ ആവും. 100 I cap minus 200 I cap എത്രയാണ്? മൈനസ് 100 I cap. മൈനസ് 100 I cap എന്ന് പറയുമ്പോൾ 100 മീറ്റർ മൈനസ് ഐ ക്യാപ്പ് അല്ലേ? മൈനസ് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ഇറ്റ് ഈസ് വെസ്റ്റ്. ഓക്കെ, 100 meters വെസ്റ്റ്. 100 meters വെസ്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ 3. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒരു വെക്ടർ കിട്ടിയാൽ അതിനെ റിസോൾവ് ചെയ്ത് അതിനെ കമ്പോണന്റ് ഫോമിലേക്ക് മാറ്റുന്ന കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ എങ്ങനെയാണ് പ്രാക്ടിക്കലി അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഒരാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അയാൾ എന്ത് ചെയ്തു? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അയാൾ 200 meter നോർത്തിലേക്ക് പോയി. 200 meter നോർത്തിലേക്ക് പോയി. അതാണ് S1. ഓക്കെ, 200 meter നോർത്തിലേക്ക് പോയപ്പോൾ അയാൾ എവിടെ എത്തി? അയാൾ ബിയിലെത്തി. അത് കഴിഞ്ഞ് 100 meter അയാൾ ഈസ്റ്റിലേക്ക് പോയി. 100 meter അയാൾ ഈസ്റ്റിലേക്ക് പോവാണ്. 100 meter അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് പോയി. 100 meter അയാൾ ഈസ്റ്റിലേക്ക് പോയി. അപ്പോൾ അയാൾ എവിടെ എത്തി? സിയിലെത്തി. അത് കഴിഞ്ഞ് അയാൾ 200 root 2 സൗത്ത് വെസ്റ്റിലേക്ക് വരികയാണ്. 200 root 2 അയാൾ സൗത്ത് വെസ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അയാൾ ഇങ്ങനെ പോയി. അയാൾ 200 root 2 സൗത്ത് വെസ്റ്റിലേക്ക് പോയി. അപ്പോൾ അയാൾ ഡിയിലെത്തി. അപ്പോൾ എ ആണ് അയാളുടെ ഇനിഷ്യൽ പൊസിഷൻ, ഡി ആണ് ഫൈനൽ പൊസിഷൻ എങ്കിൽ അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ദി എയിൽ നിന്ന് ഡിയിലേക്കുള്ള വെക്ടറാണ് അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഓക്കെ, എയിൽ നിന്ന് ഡിയിലേക്കുള്ള വെക്ടറാണ് അയാളുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഇസ് എങ്ങോട്ടാണ്? എയുടെ വെസ്റ്റിലേക്ക് തന്നെയല്ലേ എത്തിയത്? 100 meter വെസ്റ്റിലേക്കാണ് അയാൾ എത്തിയത്. ഓക്കെ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 18. അപ്പോൾ നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ നോക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണേ. അടുത്ത 19th one. Two forces each numerically equal to 10 Newton acting as shown. The resultant is. ഡയഗ്രാം ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഡയഗ്രാം ഇങ്ങനെയാണ്. ഒരു 10 Newton ഫോഴ്സ് ഇങ്ങോട്ട്, അടുത്ത 10 Newton ഫോഴ്സ് ഇങ്ങോട്ട്. ദി ആംഗിൾ ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ 60 degree ആണ്. യു ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ്. ഡയറക്റ്റ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. യു ക്യാൻ. ഓക്കെ, ഇവിടെ ആൻസർ വരട്ടെ. ആൻസർ ഓരോന്നോരോന്നായിട്ട് വരട്ടെ. ഓപ്ഷൻസ് 25, 5, 5√3, 10. ഓപ്ഷൻ 4 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
രണ്ട് ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്? ഈ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്? What is the angle between the vectors? 60 degree ആണോ? അല്ല അല്ലേ? അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവിടെ 60 ഡിഗ്രി എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ബട്ട് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് ഇസ് നോട്ട് 60 ഡിഗ്രി, ഇറ്റ് ഈസ് 120 ഡിഗ്രി. കാരണം എന്താണ്? വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എടുക്കുമ്പോൾ എപ്പോഴും വെക്ടേഴ്സ് ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആംഗിൾ നോക്കാൻ. അതായത് ഇതാണ് ഒരു വെക്ടർ എങ്കിൽ അതിൻ്റെ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എടുക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരെയും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് വേണം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ, അല്ലേ? ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ട് വേണം ആംഗിൾ മെഷർ ചെയ്യാൻ. അതായത് ഇതാണ് തീറ്റ, 60 ഡിഗ്രി എങ്കിൽ ഈ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഒരേ, കാരണം അവരുടെ ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിളാണ്. ഇവിടെ 10 ഡിഗ്രി ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമാണ്. അപ്പോൾ അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ ഇറ്റ് ഇസ് 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യൂസിങ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്, ഇറ്റ് ഇസ് റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta, that is root of 10 square plus 10 square, okay, plus 2ab plus 2 into 10 square cos 120, okay, that is root of 100 plus 100 plus 2 into 100. What is cos 120? Cos 120 is minus 1 by 2. 2 cancel I, 100 cancel I, so root of 100, that is 10 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ ഏതാണ് ഓപ്ഷൻ? ഇറ്റ് ഈസ് ഓപ്ഷൻ 4. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആയാൽ, ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആയാൽ അവിടെ റിസൾട്ടൻറ്റിനും സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും, അല്ലേ? ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി ആയാൽ അവരുടെ റിസൾട്ടൻറ്റും എത്ര തന്നെയായിരിക്കും? റിസൾട്ടൻറ്റ് വിൽ ഓൾസോ ബി റിസൾട്ടൻറ്റ് വിൽ ഓൾസോ ബി ദി ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, fine. അടുത്ത 20th question. A stone is just released from the window of a train moving along a horizontal straight track. The stone will hit the ground following as seen from the ground: a straight path, circular path, parabolic path, hyperbolic path. അതായത് ഒരു ട്രെയിൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മളൊരു സ്റ്റോൺ ജസ്റ്റ് റിലീസ് ചെയ്താൽ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾ ആ സ്റ്റോൺ ഏത് പാത്തിൽ പോകുന്നതിനായിട്ടായിരിക്കും തോന്നുക? ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഏത് പാത്തിൽ പോകുന്നതായിട്ടായിരിക്കും തോന്നുക? ഏത് പാത്താണ്? പരാബോളിക് പാത്ത് എന്നാണ് എല്ലാവരും പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പാത്തെന്നോ ആർക്കും തോന്നുന്നില്ല. ഓക്കെ, ഒരാൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ പാത്താണെന്ന് പറഞ്ഞു. യെസ്, പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു നോക്കട്ടെ. എല്ലാവരുടെയും അഭിപ്രായം പരാബോളിക് പാത്താണെന്ന് തന്നെയാണ്, അല്ലേ? യെസ്, അടുത്ത ഒരാളൂടെ വന്നു. യെസ്. ഇപ്പോൾ ഒരു 3 പേര് പറഞ്ഞു, 1 എന്ന് പറഞ്ഞു, 4 പേര് പറഞ്ഞു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് എന്നുള്ളത് തെറ്റാണ്. സ്ട്രെയിറ്റ് ലൈൻ പാത്തിലല്ല, പരാബോളിക് പാത്തിലൂടെ തന്നെയാണ് ഈ പറയുന്ന പാർട്ടിക്കിൾ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം. ഒരു ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിനൊരു വെലോസിറ്റി ഉണ്ട്, അല്ലേ? ട്രെയിനിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി നമ്മുടെ കല്ലിനും കാണും, ആ ബോഡിക്കും കാണും, അല്ലേ? ആ ഒരു സ്റ്റോണിനും കാണും. അപ്പോൾ സ്റ്റോണിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റിലീസ് ചെയ്താൽ ശരിക്കും അത് എറിയുന്നതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റിയുടെ എഫക്റ്റിൽ മൂവ് ചെയ്താൽ അതിൻ്റെ പാത്ത് ഇങ്ങനൊരു പരാബോളിക് പാത്ത് തന്നെയായിരിക്കും. എന്നാൽ ട്രെയിനിൻ്റെ റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ കല്ല് നേരെ താഴേക്ക് വീഴുന്നതായിട്ടായിരിക്കും തോന്നുക. ട്രെയിനിൻ്റെ റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ദി സ്റ്റോൺ വിൽ അപ്പിയർ ടു ബി മൂവിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. കാരണം ട്രെയിനിൻ്റെ വെലോസിറ്റി നോക്കുമ്പോഴത്തേക്ക് സ്റ്റോണിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. ഇപ്പോൾ ഒരു ബോംബ്, ഓക്കെ, ഒരു ബോംബ് ഇങ്ങനെ നമ്മളൊരു എയർക്രാഫ്റ്റ് ഇങ്ങനെ പോവുകയാണ്. ആ എയർക്രാഫ്റ്റിൽ നിന്ന് ഒരു ബോംബ് ഡ്രോപ്പ് ചെയ്താൽ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അതൊരു പരാബോളിക് പാത്തിൽ പോകുന്നതായിട്ടും എയർക്രാഫ്റ്റിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നേരെ താഴേക്ക് പോകുന്നതായിട്ടായിരിക്കും തോന്നുക. ഓക്കെ, that's it. That is question number 20. Let's look at question number 21.
The horizontal and vertical components of velocity of a projectile. That is initial velocity. Initial velocity along horizontal direction is 10 meter per second, and the initial velocity along vertical direction uy it is equal to 20 meter per second. Then the range of the projectile. Direct formula which is another question. Let's say the utharam parayo. Direct formula which is a standard question. So this is the utharam. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം. Five, 10, 20, 40. ഓക്കെ, ഏത് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഒരു ഡയറക്റ്റ് ഫോമുല ഉണ്ടല്ലോ റേഞ്ചിന് യു എക്സും യു വൈയും വെച്ചിട്ട് ആർ ഇസ് ഈക്വൽ ടു 2 UY/UX/G. ഇങ്ങനെ ഡയറക്റ്റ് ഫോമുല ഉണ്ടല്ലേ. ഇഫ് യു റിമെമ്പർ ദാറ്റ് യു ക്യാൻ വെരി വെൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഓവർ ഹിയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into UX is 10 meter per second, UY is 20 meter per second divided by 10, so that is equal to 40 meters. ഇത്രയേ ഉള്ളൂ. ഈ ഫോമുല അറിയാമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കണം. വേറെ റേഞ്ചിന് ഏത് ഫോമുല അറിയാം? UX into ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഫോമുല അറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു UX into ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? 2UY/G. അപ്പോഴും നമുക്കിത് കിട്ടി അല്ലേ? അപ്പോഴും നമുക്കിത് കിട്ടി. അല്ലെങ്കിൽ UX is U cos theta, UX is U cos theta and UY is U sin theta. അല്ലേ? So we know that the formula for range is 2U square sin theta cos theta by G. Okay, that is equal to R is equal to 2 U square sin theta cos theta. അതിനകത്ത് ഒരു U sin theta യുടെ കൂടെയും ഒരു U cos theta യുടെ കൂടെയും ചേർത്താൽ it is UY/UX divided by G എന്നാലും കിട്ടും അല്ലേ? സോ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നുള്ളൊരു സംഗതി തന്നെയാണ്. ആൻസർ ചെയ്ത ഓപ്ഷൻ 4 ആണ് വരുന്നത് അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് നീറ്റിന് എത്ര തിയറി ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു കൃത്യമായിട്ടൊരു നമ്പർ പറയാൻ പറ്റില്ല. വേണം കഴിഞ്ഞ തവണയൊക്കെ ഏകദേശം ഒരു പകുതി ക്വസ്റ്റ്യൻസിനോട് അടുപ്പിച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. എക്സാക്റ്റ് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ നീറ്റിൻ്റെ ഒരു അനാലിസിസ് ചെയ്തായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ചെയ്തായിരുന്നു. അതിനകത്ത് എക്സാക്ട്ലി എത്ര തിയറി ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാനത് പറയാത്തത്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ കൃത്യമായിട്ടൊരു സ്റ്റാറ്റസ് ഒരു ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. ബട്ട് അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിൽ ബി അത് തന്നെ അത്രയും തന്നെ ഇത്തവണ ചോദിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഒരുപാട് നിങ്ങൾ ടെക്നിക്കാലിറ്റീസിലേക്ക് പോകാതിരിക്കുക കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് ഇങ്ങനെ ജസ്റ്റ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്ട്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, 2 cars having masses m1 and m2 move in circles of radii r1 and r2 respectively. If they complete the circle in equal time, then the ratio of their angular speeds. പെട്ടെന്ന് പറയാമോ? അതിൻ്റെ ഉത്തരം ഏതാണ്? അവരുടെ റേഡിയസ് r1 r2 ആണെന്ന് പറയുന്നുണ്ട്, മാസ് m1 m2 എന്ന് പറയുന്നുണ്ട്. ദേ കംപ്ലീറ്റ് ദ സർക്കിൾ ഇൻ ഈക്വൽ ടൈം. T1 ഉം T2 ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. T1 ഉം T2 ഈക്വൽ ആയ പിന്നെ വേറെ ആരുടെയും ജാതകം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ω1 will be equal to ω2 because ω depends on time period only. ω is equal to 2π divided by T അല്ലേ? ω എന്ന് പറയുന്നത് 2π divided by T ആണ്. സോ വി ക്യാൻ സേ ടൈം പീരിയഡ്, അത് ടൈം പീരിയഡ് സെയിം ആണ് എങ്കിൽ ഒമേഗയും സെയിം ആണ്. അതപ്പോൾ റേഡിയസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇറ്റ് ഇസ് 1:1 ω1/ω2 ദാറ്റ് ഇസ് ഈക്വൽ ടു 1:1. എളുപ്പമല്ലേ? യെസ്. അടുത്ത 23, അടുത്തൊരു ക്വസ്റ്റ്യൻ. A motor car is going due north at a speed of 50 km/h. It makes 90-degree turn towards left without changing the speed. The change in velocity of the car is about. Okay, ഒന്ന് ചെയ്യാമോ? വീണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മോഷൻ്റെ പ്ലെയിനിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. A car is moving towards north at a speed of 50 km/h. It makes 90-degree left turn. ഒരാൾ നോർത്തിലേക്ക് 50 km/h സ്പീഡിൽ പോകുമായിരുന്നു.
50 km/h സ്പീഡിൽ പോകുമായിരുന്നു നോർത്തിലേക്ക്, ടുവേർഡ്സ് നോർത്ത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്തു, അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? ലെഫ്റ്റ്, അയാളുടെ ലെഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ പോയ ആൾ അയാളുടെ ലെഫ്റ്റിലേക്ക് പോയി. സോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ വെലോസിറ്റി ഇത് എങ്ങനെയാണ്? സ്പീഡൊക്കെ 50 തന്നെയാണ്. സോ ദിസ് ഇസ് ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ, ദിസ് ഇസ് ഫൈനൽ വെലോസിറ്റി വെക്ടർ. സ്പീഡിന് മാറ്റമില്ല, ഡയറക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. ദിസ് ഇസ് ഈസ്റ്റ്, ദിസ് ഇസ് നോർത്ത്, ദിസ് ഇസ് വെസ്റ്റ് ആൻഡ് ദിസ് ഇസ് south. Okay, so if we are assigning these directions, then let us represent the vectors, velocities in vector form. Vector VA is equal to, magnitude is 50, so initially it is towards north, that means it is j cap. Initially it is j cap. VF എത്രയാണ്? It is 50. Magnitude wise it is 50, but it is now towards west അല്ലേ? It is now towards west. West ആണെങ്കിൽ it is minus I cap. So we have to find the change in velocity vector. So VF minus VI, VF minus VY അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ എന്ന് പറയുമ്പോൾ VF minus VI അല്ലാതെ മാഗ്നിറ്റ്യൂഡിൻ്റെ ചേഞ്ച് എടുത്താൽ പോരാ. So that is minus 50 I cap minus 50 J cap. So what is the magnitude of this? What is the magnitude of this change in velocity? It is root of 50 square plus 50 square അല്ലേ? Root of 50 square plus 50 square, that is 50 root 2. 50 root 2 is 50 into 1.4, which is എത്രയാ വരിക? 70 അല്ലേ? ഇനി what about the direction? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? 50 I cap minus 50 I cap minus 50 J cap എന്ന് പറയുമ്പോൾ കൃത്യം 45 ഡിഗ്രി ആംഗിളാണ് അല്ലേ? അപ്പോൾ മൈനസ് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ടുവേർഡ്സ് വെസ്റ്റ്. അതുപോലെ മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അത് ഏത് കമ്പോണൻ്റ് ആണ്? ഇറ്റ് ഇസ് ടുവേർഡ്സ് സൗത്ത്. മൈനസ് ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ സൗത്ത് ആണ്. സോ ഇറ്റ് ഇസ് 70 meters per second സൗത്ത് വെസ്റ്റ്. 70 മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോമീറ്റർ പെർ അവർ അല്ലേ? 70 km/h towards southwest, that is option 2. 70 km/h towards southwest, that is question number 23 അല്ലേ? യെസ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 ആണ്. നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കട്ടെ. നിങ്ങൾ 4 ആണോ? അവസാനം കൊണ്ട് ആ ഡയറക്ഷൻ കൊണ്ട് തെറ്റിക്കരുത്. സൗത്ത് വെസ്റ്റ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ആൾ വന്നു, ലോസ് ഓഫ് മോഷൻ വന്നു. ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ബാക്കിയുള്ളത്. സോ ആദ്യത്തെ ചോദ്യം തന്നെ, വെൻ ഫോഴ്സസ് F1, F2, F3 എക്സെട്ര അപ് ടു Fn act on a particle, the particle remains in equilibrium. If F1 is now removed, then the acceleration of the particle. അതായത് എല്ലാ ഫോഴ്സും കൂടെ ആക്ട് ചെയ്തപ്പോൾ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫോഴ്സ് മാത്രം മാറ്റിയാൽ ഇപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്ന്. ഏതാണ് ഓപ്ഷൻ എന്ന് പറയാമോ? ഓപ്ഷൻ 1, 2, 3 ഏതാണ് ഓപ്ഷൻ എന്ന് പറയാമോ? ഓപ്ഷൻ 1 എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ 1 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. F1 എന്ന് പറയുന്ന ഫോഴ്സ് എടുത്ത് മാറ്റി പുതിയ ആക്സിലറേഷൻ എത്രയാണ്? അപ്പോൾ ഇത് വളരെ കൂടുതൽ മിക്കവാറും ആൾക്കാരും പറയുന്നത് ഓപ്ഷൻ 1 ആണെന്ന് തന്നെയാണ്. F1/m എന്ന് തന്നെയാണ് മിക്കവാറും ആൾക്കാരും പറയുന്നത്. ഓക്കെ, അത് അബ്സല്യൂട്ട്ലി തെറ്റാണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് ടോട്ടൽ എല്ലാവരും കൂടെ ആക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. അതായത് എല്ലാ ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ഇറ്റ് ഇസ് 0. F1 + F2 + F3 + F4 + F5 + F5 F6 എത്രയാണ്? ഇറ്റ് ഇസ് 0. റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണ്. ശരിയല്ലേ? റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ 1-2 പേര് 3 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 3 ആണെന്ന് കുറേ തവണ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 3 എന്ന് പറയുന്നതും തെറ്റാണ്. 3 തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയാണ് ഫോഴ്സസ് ആദ്യമുള്ളത്. അപ്പോൾ F1 നമ്മൾ റിമൂവ്, അപ്പോൾ ഇത്രയും നമുക്കറിയാം. അപ്പോൾ F1 നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കേസിൽ നിന്ന് എനിക്ക് പറയാം F1 is equal to മൈനസ് ഓഫ് അല്ലെങ്കിൽ F2
പ്ലസ് F3 എക്സെട്ര അപ് ടു Fn എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? മൈനസ് ഓഫ് F1 കിട്ടണ്ടേ? F2 പ്ലസ് F3 എക്സെട്ര അപ് ടു Fn ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് F1. ഓക്കെ, മൈനസ് ഓഫ് F1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കേസിൽ കേസ് 2ൽ F1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ്? F1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ ഫോഴ്സ് 0 ആവുമോ? F1 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണോ? അല്ല, F1 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഈസ് F2 പ്ലസ് F3 എക്സെട്ര അപ് ടു Fn. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ആക്സിലറേഷൻ എത്രയാണ്? പുതിയ ആക്സിലറേഷൻ ഇറ്റ് ഈസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര അപ് ടു Fn ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. അല്ലേ, ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? ഇറ്റ് ഈസ് മൈനസ് F1 ഡിവൈഡഡ് ബൈ മാസ്. കഴിഞ്ഞു. അതായത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ്. അതായത് F1 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ടോട്ടൽ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, ടോട്ടൽ ഫോഴ്സ് 0 ആണ്. അതിനകത്ത് നിന്ന് F1 എടുത്ത് മാറ്റി കഴിയുക എന്ന് പറയുമ്പോൾ പിന്നെ പുതിയ ഫോഴ്സ് 0 മൈനസ് F1 ആണ്. ദാറ്റ് ഈസ് മൈനസ് F1 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരാൾ അല്ലെങ്കിൽ ഒരു ബോഡി, ഒരു പാർട്ടിക്കിൾ, ഇവിടെ നിന്ന് ഞാനൊരു ഫോഴ്സ് വലിക്കുന്നു, ഇവിടെ നിന്നൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങനൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു പേപ്പർ പീസ് നമ്മൾ റബ്ബർ ബാൻഡിനകത്ത് ഇങ്ങനെ വെച്ച് വലിക്കില്ലേ? ഒരു പേപ്പർ പീസിനെ റബ്ബർ ബാൻഡിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് F1. എന്നിട്ട് ഞാൻ ഈ F1 റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ടല്ലേ തെറിച്ച് പോവാ? അല്ലെ, റബ്ബർ ബാൻഡിൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് കൈ എടുക്കുമ്പോൾ ഞാൻ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നത്, ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ തെറിച്ച് പോവുക. അതാണ് ആ മൈനസ് F1 എന്ന് അവിടെ വരാൻ കാര്യം. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി, ഞാനൊരാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു, അയാൾ അങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ ഞാൻ ഈ എൻ്റെ കൈ എടുത്തു കഴിഞ്ഞാൽ അയാൾ നേരെ അപ്പുറത്തേക്ക് മറിഞ്ഞ് വീഴും. എന്തുകൊണ്ടാണ്? നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സ് ഇപ്പോൾ ഇല്ലാതാവുമ്പോഴത്തേക്ക് നേരത്തെ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബോഡി ആക്സിലറേറ്റ് ചെയ്യുക. അത് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ദാറ്റ് ഈസ് 24. ലെറ്റ്സ് ലുക്ക് അറ്റ് 25. In the system shown M1 is greater than M2, the system is held at rest by thread BC just after the lower thread is burnt. അപ്പോൾ ഇത് ഒരു സ്പ്രിങ് ഉണ്ടല്ലേ, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് A ഉണ്ടല്ലേ. അപ്പോൾ എയുടെ വെയിറ്റ് എന്ന് പറയുന്നത് M1G ആണ്. ആ M1Gയെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രിങ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എത്രയാണ്? അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് എത്രയായിരിക്കണം? സ്പ്രിങ് കൊടുക്കുന്ന ഫോഴ്സ് M1G ആയിരിക്കണം. ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ സ്പ്രിങ്ങിന് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? അപ്പോൾ സ്പ്രിങ് എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പ്രിങ് വുഡ് ഹാവ് ഇലോങ്ങേറ്റഡ് അല്ലേ. ഓക്കെ, സ്പ്രിങ് എന്ത് ചെയ്യാണ്? ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ടാവും. സ്പ്രിങ് ഇലോങ്ങേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് എന്തായാലും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് ഇറ്റ് ഇസ് M1G. ആ M1G ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ M1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ്. ഇഫ് ഐ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2, M2ന് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും M2G. പിന്നെ ആ സ്ട്രിങ് വഴി M1G എന്ന് പറയുന്നൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ഫോഴ്സ് എന്തായാലും സ്പ്രിങ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെയും ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ M1G കൂടുതലല്ല, M1 ഗ്രേറ്റർ ദാൻ M2 എന്ന് പറയുന്നുണ്ട്. M1 ഗ്രേറ്റർ ദാൻ M2 എന്ന് പറയുന്നുണ്ട്. M1 ഗ്രേറ്റർ ദാൻ M2 ആണെങ്കിൽ ഇത് ഇങ്ങനെ ആ M1 ഇതിനെ മുകളിലേക്ക് വലിക്കണം. മുകളിലേക്ക് അതല്ലെങ്കിൽ മുകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്നത് ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്. ഓക്കെ, സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ്. എന്നാൽ ജസ്റ്റ് ആഫ്റ്റർ ദി വയർ ഇസ് ബേൺഡ്, ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ ദി ത്രെഡ് ഇസ് ബേൺഡ്, ത്രെഡ് ബേൺ ചെയ്ത ഉടനെ. അപ്പോൾ ത്രെഡ് ബേൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ M1ന് താഴേക്ക് M1G ഉണ്ട്, മുകളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് M1Gക്ക് ഈക്വൽ ആവുന്നതുകൊണ്ട് അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതേപോലെ ഈ M2നെ മുകളിലേക്ക് M1G സ്പ്രിംഗ് ഫോഴ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്, താഴേക്ക് വെയിറ്റ് ഉണ്ട്. ഓക്കെ, താഴേക്ക് വെയിറ്റ് ഉണ്ട്, പക്ഷേ M1G കൂടുതലാണ്. അപ്പോൾ അത് മുകളിലേക്ക് പോകാതെ ഈ ടെൻഷൻ നോക്കിക്കോളും. എന്നാൽ വയർ ബേൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വയർ ബേൺ ചെയ്യുമ്പോഴത്തേക്ക് ആ ടെൻഷൻ അങ്ങ് 0 ആയിപ്പോയി അല്ലേ.
അപ്പോൾ ടെൻഷൻ അങ്ങ് 0 ആയിപ്പോയി. ഈ സ്പ്രിംഗ് ഫോഴ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അറ്റ് ദിസ് മൊമെന്റ് സ്പ്രിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യില്ല. സ്പ്രിങ് ഒരു ഇമ്പൾസീവ് നേച്ചർ ഉള്ള ഒരു ഫോഴ്സ് അല്ല. സ്പ്രിംഗ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലോങ്ങേഷൻ ഓഫ് ദി സ്പ്രിംഗ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആ ഇലോങ്ങേഷന് ചേഞ്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ കംപ്രഷന് ചേഞ്ച് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ സ്പ്രിംഗ് ഫോഴ്സിന് മാറ്റം ഉണ്ടാവില്ല. എന്നാൽ സ്ട്രിങ് കട്ട് ചെയ്ത ഉടനെ സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ടെൻഷൻ 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ദർ ഇസ് നോ ആക്സിലറേഷൻ ഫോർ M1. കാരണം താഴേക്ക് M1G, മുകളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ കട്ട് ചെയ്ത ഉടനെ സ്പ്രിങ് നേരത്തെ ഒരു M1G കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്ത് പറ്റി? M1G, M2G താഴേക്ക് വലിച്ചുകൊണ്ടിരുന്ന ടെൻഷൻ ഇല്ലാതായി. ടെൻഷൻ ഇല്ലാതായെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. സോ A2 ഇറ്റ് ഈസ് upwards. ഓക്കെ, A2 0 അല്ല. എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ്? ഇറ്റ് ഈസ് M1G മൈനസ് M2G ഡിവൈഡഡ് ബൈ M2 എന്നുള്ളതാണ് ആക്സിലറേഷൻ. സോ ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല, ഇതിന് ആക്സിലറേഷൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ബോത്ത് ദി ബ്ലോക്സ് വിൽ ബി G തെറ്റാണ്. ആക്സിലറേഷൻ ഓഫ് M2 0 തെറ്റാണ്. ആക്സിലറേഷൻ ഓഫ് M1 വിൽ ബി ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 തെറ്റാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും നോൺ സീറോ എന്നാണ് പറയുന്നത്. അല്ല, M1ൻ്റെ 0 ആക്സിലറേഷൻ ആണ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റിൽ M1ൻ്റെ ആക്സിലറേഷൻ 0 ആണ്. അത് കഴിഞ്ഞ് M2 ഇങ്ങനെ മുകളിലേക്ക് വരുമല്ലോ. M2 എന്ത് ചെയ്യും? മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് സ്പ്രിങ്ങിൻ്റെ ഇലോങ്ങേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ M1ഉം ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേ ഇനിഷ്യലി അറ്റ് ദിസ് മൊമെൻറ്റ് M1ൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കുമെന്ന് പറയാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. 25 അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെല്ലാവരും ഉത്തരം പറയുന്നത് എനിക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്. എ മാസ് M is suspended by a rope from a rigid support A as shown in the figure. Another rope is tied at the end B and it is pulled horizontally with a force F. The rope AB makes an angle theta with the vertical, then the tension in the string AB is. Okay, അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം എല്ലാം എഫിൻ്റെ ടേംസിലാണ് എഴുതേണ്ടത് അല്ലേ? എഫിൻ്റെ ടേംസിലാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ് ഇൻ ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ് AB. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? താഴേക്ക് അവിടെ ഒരു മാസ് വെറുതെ തൂക്കിയിട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് തന്നെയാണ് താഴേക്ക് വരെ mg. പിന്നെ ABയിലുള്ള ടെൻഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഉണ്ട്. ഈ വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. സോ ഈ ആംഗിൾ ഇറ്റ് വിൽ ബി തീറ്റ. സോ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. അപ്പോൾ നമുക്ക് ഈ ടെൻഷനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഈ കമ്പോണന്റ് എന്താണ്? ഇറ്റ് ഇസ് T കോസ് തീറ്റ. ആൻഡ് അപ്പോൾ ഈ കമ്പോണന്റ് എന്താണ്? T സൈൻ തീറ്റ. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം y ഡയറക്ഷനിലും x ഡയറക്ഷനിലുള്ള റെസ്പെക്റ്റീവ് ഫോഴ്സസ് ക്യാൻസൽ ആയി. ഇപ്പോൾ അതായത് ഈ T കോസ് തീറ്റയെ ഈ mg ക്യാൻസൽ ചെയ്യുന്നുണ്ടാകും. അതുപോലെ ഈ T സൈൻ തീറ്റയെ F ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് Fനെ T സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം T കോസ് തീറ്റ ഇസ് ഈക്വൽ ടു mg, അതുപോലെ T സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു F. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ടിയും എഫും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. T ഇസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ, ആൻഡ് F ബൈ സൈൻ തീറ്റ എവിടെയോ ഓപ്ഷനിലുണ്ടല്ലോ, ഇറ്റ് ഇസ് ഓപ്ഷൻ 2. വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. യെസ്, എല്ലാവരും പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ 27. 3 equal masses of 1 kilogram are shown in the figure and are accelerated with an acceleration 2 meters per second square. Then the tension T2 is. Okay, 3 blocks ഉണ്ട്. 1, 2 and 3. They are connected by strings. ഇവർക്ക് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം A, B, C. അപ്പോൾ ഇയാളെ നമ്മൾ പിടിച്ച് വലിക്കുകയാണ് വിത്ത് എ ഫോഴ്സ് T0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ T1ഉം ഇവിടെയും ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ഈ ടെൻഷൻ ഇറ്റ് ഇസ് T2. ഇവരുടെ മാസ് 1 കിലോഗ്രാം M. അപ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ അവർക്കൊരു ആക്സിലറേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സ്മൂത്ത് സർഫസ് ആണെന്ന് എടുക്കാം, ഫ്രിക്ഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഇസ് എ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് T2. ഒന്ന് ഉത്തരം പറയാമോ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ T2 കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് T2 കണ്ടുപിടിക്കാൻ? വി ക്യാൻ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ. Okay, we can draw the free body diagram of A. If we draw the free body diagram of A, so if we draw the free body diagram of A, അവിടെ വെയിറ്റ് നോർമൽ റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് നോട്ടെ, വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ബാലൻസ്ഡ് ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അവിടെ ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ. ഏതാണ്? T2 എന്ന് പറയുന്ന ഒരൊറ്റ ഫോഴ്സ് മാത്രമേ എയിൽ ആക്ട് ചെയ്യുന്നുള്ളൂ, അല്ലേ? സ്ട്രിങ് പിടിച്ച് വലിക്കുന്നുണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ എ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെയിറ്റ് നോർമൽ റിയാക്ഷൻ ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ വരയ്ക്കാം. താഴേക്ക് വെയിറ്റ് ഉണ്ട്, മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആ വെയിറ്റും നോർമൽ റിയാക്ഷനും പരസ്പരം ക്യാൻസലായി പോകുന്നു. ബാക്കി ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ. T2 എന്ന് പറയുന്ന ഒരൊറ്റ ഫോഴ്സേ ഉള്ളൂ. ദാറ്റ് ഫോഴ്സ് ഇസ് T2. ദാറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. So m into a, mass 1 kilogram, acceleration 2 meter per second square. So the force is 2 Newton. That is question number 27. എല്ലാവരും പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്യുക. അത് മതി കേട്ടോ ശരിക്കും. അതായത് സിമ്പിളായിട്ടൊരു സിറ്റുവേഷൻ കിട്ടുമ്പോഴത്തേക്ക് അവിടെ ഫോഴ്സസ് റിസോൾവ് ചെയ്യാനും, അതുപോലെ അവിടെ എഫ് ഇസ് ഈക്വൽ ടു എം എ പ്രോപ്പറായിട്ട് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് അവിടെ എഫ് ഇസ് ഈക്വൽ ടു എം എ പ്രോപ്പറായിട്ട് എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷൻ അപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളൊരു 90% ആൾക്കാരെക്കാളും മുന്നിലാണ്. ഓക്കെ, ഒരു ലോസ് ഓഫ് മോഷൻ്റെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് പ്രോപ്പറായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 90% ആൾക്കാരെക്കാളും മുന്നിൽ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, a car is moving on a circular level road of curvature 300 meter. If the coefficient of friction is 0.3 and the acceleration due to gravity is 10 meter per second square, the maximum speed of the car can be. അപ്പോൾ ഒരു കാറ് ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ വരികയാണ്, ഒരു അൺബാങ്ക്ഡ് റോഡാണ്. ഓക്കെ, ഒരു കാർ ഒരു അൺബാങ്ക്ഡ് റോഡിലൂടെ വരികയാണ് എങ്കിൽ, അപ്പോൾ അതിന് ഒരു സർക്കുലർ ടേൺ എടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് ആരായിരിക്കും? അതിൻ്റെ ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് മറ്റാരുമായിരിക്കില്ല, ഫ്രിക്ഷൻ ആയിരിക്കും, അല്ലേ? ഫ്രിക്ഷൻ ആയിരിക്കും ആ കാറിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്. കാരണം കാറ് സർക്കുലർ ടേൺ എടുക്കും, ഇങ്ങനൊരു സർക്കുലർ ടേൺ കാർ എടുക്കുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് R. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇമാജിനറി സെൻറ്റർ. അപ്പോൾ കാർ ഇതാ ഇങ്ങനൊരു സർക്കുലർ റോഡിലൂടെ വരികയാണ്, ഇങ്ങനൊരു സർക്കുലർ ടേൺ ആണ് അത് എടുക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ വേണം, അല്ലേ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വേണം. ആ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്ന ആരാണ്? ഇവിടുത്തെ ഫ്രിക്ഷൻ മാത്രമാണ്. ബാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. സോ ബാങ്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഫ്രിക്ഷനാണ് അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്. സോ മാക്സിമം സ്പീഡാണെങ്കിൽ ഫ്രിക്ഷനും മാക്സിമം ആയിരിക്കും, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും എന്ന് പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇറ്റ് ഈസ് m ഇൻറ്റു വി സ്ക്വയർ, ഈ കേസിൽ വി മാക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മ്യൂ ഇൻറ്റു ഈ കേസിൽ എം ജി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു വി മാക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വി മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി എന്ന് കിട്ടും. ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഈ കോൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം എന്ന് കരുതി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കത് പറയാനും പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. മ്യൂ എത്രയാണ്? 0.3. റേഡിയസ് എത്രയാണ്? 300 മീറ്റേഴ്സ് ഇൻറ്റു ജിയുടെ വാല്യൂ 10 ആണ്, ശരിയല്ലേ? സോ വാട്ട് വി ഹാവ് ഇസ് റൂട്ട് ഓഫ് 900, അല്ലേ? യെസ്, റൂട്ട് ഓഫ് 900 എന്ന് പറയുമ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്, പക്ഷേ ഓപ്ഷനിലുള്ളത് കിലോമീറ്റേഴ്സ് പെർ അവറിലാണ്. അപ്പോൾ 30 ഇൻറ്റു കിലോമീറ്റേഴ്സ് പെർ അവറിലേക്ക് മാറ്റിയാൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30/5 ഇറ്റ് ഇസ് 6. 6 ഇൻറ്റു 18 ഇറ്റ് ഇസ് 108 കിലോമീറ്റേഴ്സ് പെർ അവർ. ഓക്കെ, അപ്പോൾ 108 കിലോമീറ്റേഴ്സ് പെർ അവർ വരെ സ്പീഡിൽ പോവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഇപ്പോൾ ബാങ്കിങ് വരുമ്പോഴത്തേക്ക് സിറ്റുവേഷൻ മാറും. ബാങ്കിങ് വരുമ്പോഴത്തേക്ക് അവിടെ നോർമൽ റിയാക്ഷനും കൂടെ ചേർത്തിട്ടാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. എന്നാലും ആ കോൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം, ആ തിയറി പോയിന്റ് ഒന്ന് റിവൈസ് ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഹാപ്പി ആണല്ലോ? നമുക്ക്
അടുത്ത 29 ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നോക്കാം. നോക്കട്ടെ. Figure shows 2 pulley arrangements for lifting a mass. A, the mass is lifted by attaching a mass 2m while mass is lifted by pulling the other end with a downward force 2 mg. If F and Fb are the accelerations in the two cases, then ഈ കേസിൽ ഒരു സിമ്പിൾ 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്, പുള്ളി മാസ് സിസ്റ്റമാണ്, 2m ഉം m. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് കേസിലുള്ള അതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് a1 എന്ന് എടുക്കാം. a1 സെക്കൻഡ് കേസിൽ ആക്സിലറേഷൻ a2. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആക്സിലറേഷൻ ഒരു 2 മാസ് സിസ്റ്റമാണ്. അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? a1 is equal to എന്ത് ചെയ്യുക? m2 minus m1 by m1 plus m2. ജസ്റ്റ് മാസ് തൂക്കിയിടുകയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ m2 minus m1 by m1 plus m2 into g. അത് എത്രയാണ്? ഇറ്റ് ഇസ് 2m മൈനസ് a1 ആണ്, 2m minus m divided by 3m into g. ദാറ്റ് ഇസ് a1 is equal to g by 3 എന്ന് കിട്ടും. a1 എന്താണ്? g by 3. അതാണ് കേസ് 1-ലുള്ളത്. കേസ് 1-ൽ അതാണ്. ലെറ്റ് us now talk about കേസ് 2. ഓക്കെ, ഈ കേസിൽ g by 3. ഇനി അടുത്ത കേസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ മാസ് തൂക്കിയിടുക അല്ല ചെയ്യുന്നത്, 2m മാസ് തൂക്കിയിടുകയല്ല, പകരം അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ആണ്. സ്ട്രിങ്ങിലുള്ള ടെൻഷൻ 2mg ആണ്. സോ അടുത്ത ഇപ്പോൾ ഈ കേസിലുള്ള പ്രത്യേകത, ഇത് കാണുമ്പോൾ രണ്ടും ഒരേ കേസാണെന്ന് തോന്നും, എന്നാൽ അങ്ങനെയല്ല. ഈ കേസിൽ നമ്മൾ സ്ട്രിങ്ങിൽ ഡയറക്റ്റ്ലി ഒരു 2mg എന്ന് പറയുന്ന ടെൻഷൻ അപ്ലൈ ആണ്. ഇവിടെ 2mg അല്ല ടെൻഷൻ കണ്ടുപിടിക്കാൻ 2m1 m2g by m1 plus m2 അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ 2mg എന്ന് പറയുന്ന ഫോഴ്സ് ഡയറക്റ്റ്ലി സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്താൽ ഈ സെക്കൻഡ് കേസിൽ മാസിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ടെൻഷൻ എന്ന് പറയുന്ന 2mg ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, 2mg ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഒരു mg ഉണ്ട്, അപ്പോൾ ആക്സിലറേഷൻ ഡെഫിനറ്റ്ലി മുകളിലേക്കായിരിക്കും, a2 ആയിരിക്കും അല്ലേ? ആ a2 എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെറ്റ് ഫോഴ്സ് എത്രയാണ്? 2mg minus mg ആണ് ടോട്ടൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ mg ഈസ് ഈക്വൽ ടു ma. സോ സെക്കൻഡ് കേസിൽ ആക്സിലറേഷൻ എന്താണ്? ഇറ്റ് ഇസ് g അല്ലേ? സെക്കൻഡ് കേസിൽ ആക്സിലറേഷൻ എന്താണ്? g ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 3m ഫോഴ്സിനെ 3m മാസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഇവിടെ m മാസിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചാൽ മതി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ ഈ കേസിൽ എനിക്ക് പറയാം FA is equal to ഫസ്റ്റ് കേസിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് കേസിലുള്ള ആക്സിലറേഷൻ്റെ 1/3 മാത്രമാണ്. സെക്കൻഡ് കേസിൽ ജിയും ഫസ്റ്റ് കേസിൽ g by 3 ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് രണ്ടിലും സെയിം ആണ്. ഇവിടെ mg 2mg mg 2mg. പക്ഷേ ഇവിടെ 3m മാസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കേണ്ട സമയത്ത് ഇവിടെ m മാസിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചാൽ മതി. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. ഓക്കെ, അതാണ് ഈ രണ്ട് കേസും തമ്മിലുള്ള വ്യത്യാസം. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഇപ്പോൾ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ എൻ്റെ കൂടെ സഹകരിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യനോടെ ഞാൻ വിചാരിച്ചു 30 ക്വസ്റ്റ്യൻ വിചാരിച്ചു. ആ 30ാമത്തെ ക്വസ്റ്റ്യനോടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. In the given figure, the coefficient of friction between two blocks is mu and all the other surfaces is smooth. Find the minimum value of F which will prevent slipping. ഇപ്പോൾ ഇതിങ്ങനെ ഒരേ ആക്സിലറേഷനിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ബ്ലോക്സും ഒരേ ആക്സിലറേഷനിൽ പോയാൽ ആ ആക്സിലറേഷൻ എത്രയായിരിക്കും? രണ്ട് ബ്ലോക്സും ഒരേ ആക്സിലറേഷനിൽ പോയാൽ ഇവരുടെ രണ്ടുപേരുടെയും ബാക്കി എല്ലാ സർഫസും ഇവിടെയൊക്കെ സ്മൂത്താണ്. അതാ ഈ സർഫസ് മാത്രമേ റഫ് ആയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടുപേരും ഒരേ ആക്സിലറേഷനിൽ പോയാൽ ആ ആക്സിലറേഷൻ എത്രയാണ്? ഇറ്റ് ഇസ് ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്രയാണ്? m1 plus m2. അപ്പോൾ ഈ ആക്സിലറേഷനിലാണ് ഇവർ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ് us draw the free body diagram of m1. ഇത് m1 അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് m1. ഇത് m1 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ് us draw the free body diagram of m1. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് m1 നമുക്കൊന്ന് വരയ്ക്കാം. m1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു f വരുന്നുണ്ട്. ദെൻ ദർ ഈസ് എ നോർമൽ റിയാക്ഷൻ ഓൺ ദിസ് സൈഡ്. ഓക്കെ, നോർമൽ റിയാക്ഷൻ m1 m2 തിരിച്ച് അപ്ലൈ ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ആണ്. m1ൻ്റെ വെയിറ്റ് താഴേക്ക് വരുന്നുണ്ട് mg. കൂടാതെ ഇവിടെ ഈ m1ന് താഴേക്ക് പോകാതെ, അപ്പോൾ m1ന് താഴേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇറ്റ് ഇസ് ജസ്റ്റ് അബൌട്ട് ടു സ്ലൈഡ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെന്ന് എടുക്കാം. അപ്പോൾ ഇതിന് റൈറ്റിലേക്ക് ഒരു ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഫോഴ്സ് F മൈനസ് നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു m1 into a, or normal reaction is equal to
F minus M1A, that is F minus M1 into A എത്രയാണ്? A is a total force divided by M1 plus M2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടും നോർമൽ റിയാക്ഷൻ is equal to M2 into F divided by M1 plus M2. ഓക്കെ, അപ്പോൾ ഈ നോർമൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ താഴേക്കുള്ള വെയിറ്റിനെ ബാലൻസ് ചെയ്യേണ്ടത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് അല്ലേ? താഴേക്ക് പോകാതെ ബാലൻസ് ചെയ്യുന്നത് അവിടുത്തെ ഫ്രിക്ഷൻ ആണ്. സോ നമുക്ക് പറയാം F limiting is equal to mg. F limiting എന്താണ്? mu into നോർമൽ റിയാക്ഷൻ ആണ്, ദാറ്റ് is equal to mg അല്ലേ? mu into നോർമൽ റിയാക്ഷൻ mgക്ക് ഈക്വൽ ആകണം. സോ mu into നോർമൽ റിയാക്ഷൻ mgക്ക് ഈക്വൽ ആയാൽ mu into m2 F divided by m1 plus m2, it should be equal to m1g. It should be equal to m1 into g, or we can say F is equal to m1 into m1 plus m2, m1 into m1 plus m2 into g divided by m1 into m1 plus m2 into g divided by mu m2. ഓക്കെ, ഇത് കുറച്ച് സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മളൊന്ന് കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദി ആൻസർ ഇസ് m1 into m1 plus m2 into g divided by mu m2. ദാറ്റ് ഈസ് ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ 1. അപ്പോൾ നമുക്ക് പറയാം ഈ പറയുന്ന ഈ ഒരു കേസിൽ ഇത് മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഒരു നോർമൽ ഫോഴ്സ് വന്നു, ഫ്രിക്ഷൻ വരുന്നു. ആ ഫ്രിക്ഷനാണ് അവരുടെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യനും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ വളരെ നല്ല രീതിയിൽ എൻ്റെ കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം നമ്മളൊരു 2 മണിക്കൂർ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ആ 2 മണിക്കൂർ വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഈ എത്രയാണ് ഈ 4 ചാപ്റ്റേഴ്സ് എന്ന് വരുന്ന 30 ക്വസ്റ്റ്യൻസ് വലിയ ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ആ കോൺസെപ്റ്റ്സ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾ ഇതേപോലെ വളരെ നല്ല റെസ്പോൺസോട് കൂടി തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വന്നാലും ആ ഉപയോഗമുണ്ട്. ആ ഒരു 2 hours നിങ്ങൾക്ക് എന്തായാലും പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ്സുകൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, യു ഗൈസ് വെർ ഓസം. നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.